പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽക്കാലം ലോക മനുഷ്യന്റെ ചിന്തകളെ കുറിച്ചാണ് നമ്മൾ അല്പമായിട്ട് ചിന്തിക്കുന്നത്. ലോക മനുഷ്യന്റെ ചിന്തകൾ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 5-6 വാക്യങ്ങളിൽ പറയുന്നത്, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു. ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പലവട്ടം നമ്മൾ കേട്ടിട്ടുള്ള ഒരു ദൈവവചനമാണ്. എന്നാൽ ഇത് പകൽക്കാലം ദൈവം തന്ന ആശയങ്ങളെ നിങ്ങളോട് കൈമാറുവാൻ ആഗ്രഹിക്കുന്നു. ഈ 4-ാം വാക്യത്തിന്റെ അവസാനം ഇങ്ങനെ പറഞ്ഞു, പാമ്പ് സ്ത്രീയോട് നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. ആദ്യം പാമ്പ് സ്ത്രീയോട് പറഞ്ഞത് നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. ഈ ലോകത്തിൽ ജീവിക്കുന്ന മക്കളോട് സുഹൃത്തുക്കൾ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾക്കൊന്നും സംഭവിക്കുകയില്ല. നിങ്ങളൊരു 2 സിനിമ കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കൊന്നും സംഭവിക്കുകയില്ല. പാർട്ടിയൊക്കെ കൂടുമ്പോൾ വല്ലപ്പോഴും മദ്യപിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊന്നും സംഭവിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ഇന്ന് പകൽക്കാലം നമ്മൾ ചിന്തിക്കുന്ന വിഷയം, നാമും ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ലോക മനുഷ്യൻ എന്തെങ്കിലും സ്ഥാനമുണ്ടോ ഇല്ലയോ എന്നതാണ്. ലോക മനുഷ്യൻ എന്തെങ്കിലും സ്ഥാനമുണ്ടോ? നമ്മൾ ലോക മനുഷ്യരെ പോലെ ആണോ അല്ലയോ ഇന്ന് നമ്മൾ ചിന്തിക്കുക. ഹല്ലേലൂയ. ഒന്നാമത് സ്ത്രീയോട് പാമ്പ് പറഞ്ഞത്, നിങ്ങൾ മരിക്കയില്ല നിശ്ചയം. അപ്പൊ നമ്മൾ പാപം ചെയ്തത് കൊണ്ട് മരിക്കയില്ല എന്നൊരാൾ പറഞ്ഞാൽ നമുക്ക് പാപം ചെയ്യുന്നതിൽ ഒരു മടിയും ഉണ്ടാകത്തില്ല. തൊട്ടടുത്ത് അവളോട് പറയുന്നൊരു വിഷയമുണ്ട്, അത് തിന്നുന്ന നാളിൽ നിന്റെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പൊ നിങ്ങളിത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണ് തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി തീരുകയും ചെയ്യുമെന്ന് അവരെന്ത് ചെയ്തു? പറഞ്ഞു. ഹല്ലേലൂയ. ഇത് കേട്ടത് ഇത്രയും മാത്രമേ ആര് ജോലി ചെയ്തുള്ളൂ? പിശാചിന് ഇത്ര ജോലി ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത വാക്യത്തിൽ ചിന്തിക്കുന്നത് എൻ്റെ സ്ത്രീയാണ്. ആ വാക്യം വായിക്കാം. 6. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവും എന്ന് സ്ത്രീ കണ്ടു. ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു, അവനും തിന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പൊ പിശാചായ സാത്താൻ വന്ന് അവളോട് സംസാരിച്ചത് ഇത്ര മാത്രമാണ്. എന്താണ് സംസാരിച്ചത്? ഈ ഫലം തിന്നത് കൊണ്ട് നീ മരിക്കയില്ല നിശ്ചയം. തിന്നുന്ന നാളിൽ നിന്റെ കണ്ണു തുറക്കും, ദൈവത്തെ പോലെ ആകും, പിന്നെ ജ്ഞാനം പ്രാപിക്കും. സ്തോത്രം. ഇത്രയും കേട്ടപ്പോ അവളാണ് പിന്നെ ഈ ഫലത്തെ കുറിച്ച് നിരൂപണം പറയാൻ തുടങ്ങിയത്. അവൾ ആ ഫലത്തെ കണ്ടു. അവൾ എങ്ങനെ കണ്ടു ആ ഫലത്തെ? ആ വൃക്ഷഫലം തിന്മാൻ നല്ലതെന്ന് അവൾ കണ്ടു. 2, കാണാൻ ഭംഗിയുള്ളതായിട്ട് അവൾ കണ്ടു. 3, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമാണെന്ന് അവൾക്ക് തോന്നി. ഹല്ലേലൂയ. അപ്പൊ ഈ 3 കാര്യവും ചെയ്തത് ആരാണ്? സ്ത്രീയാണ്. പക്ഷെ സ്ത്രീക്ക് ഈ ചിന്ത കൊടുത്തത് പിശാചാണ്. ഒരു കാര്യം ഓർക്കുക, നമ്മുടെ ആത്മീക ജീവിതത്തിനും ഭൗതിക ജീവിതത്തിനും നമ്മളാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പിശാച് ഒന്നും ചെയ്യത്തില്ല. ചെയ്യാനുള്ള പ്രേരണ തരും, ചെയ്യാനുള്ള ചിന്തകൾ തരും, ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തരും. ഹല്ലേലൂയ. എന്നാൽ ഒരിക്കലും നാം എന്ത് ചെയ്യത്തില്ല? പിശാച് നമ്മെ കൊണ്ട് ചെയ്യിക്കത്തില്ല. പ്രേരണ മാത്രം തരും, നമ്മുടെ ചിന്തകൾ മാത്രം തരും. ബാക്കി എല്ലാ ജോലിയും ആർക്കാണ്? നമുക്കാണ്. ഹല്ലേലൂയ. അപ്പോ പാപജീവിതം പൂർണ്ണത നൽകുന്നു എന്ന് മനുഷ്യന്റെ ചിന്ത. ഈ ലോകത്തിലെ മനുഷ്യന്റെ ചിന്ത എന്താണ്? പാപജീവിതം മനസ്സിന് സംതൃപ്തി തരുന്നു എന്നാണ്. അതുകൊണ്ട് മനുഷ്യൻ എന്ത് ചെയ്യുന്നു? പാപം ചെയ്ത്
മനുഷ്യൻ സന്തോഷമുള്ളവനായി തീരുവാൻ ആഗ്രഹിക്കുന്നു. സിനിമ കണ്ട് 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 സന്തോഷമുള്ളവനായി തീരുവാൻ ആഗ്രഹിക്കുന്നു. ഗെയിം കളിച്ച് സന്തോഷമുള്ളവനായി തീരുവാൻ ആഗ്രഹിക്കുന്നു. അത് കളിക്കുന്നത് കൊണ്ട് അവന്റെ കണ്ണിന് നഷ്ടം, അവന്റെ ശരീരത്തിന് കേട്, അവൻ മടിയനായി തീരുന്നു, അവന്റെ ജീവിതം നശിക്കുന്നു. ഇതുപോലെ തന്നെ മദ്യപിച്ച് അവൻ സന്തോഷം കണ്ടെത്തുവാൻ ശ്രമിക്കുന്നു. അതിൽ പാപമില്ല എന്ന് അവൻ ചിന്തിക്കുന്നു. ഗവൺമെന്റ് അതിന് പൂർണ്ണ സ്വാതന്ത്ര്യവും സമ്മതവും മൂളിക്കൊടുത്തിരിക്കുന്നു. കൊറോണ അതിഭയങ്കരമായിരുന്ന സമയത്തും ചാരായം വിൽക്കുന്നതിനും വാങ്ങുന്നതിനും സ്വാതന്ത്ര്യം കൊടുത്ത ഗവൺമെന്റുകൾ. അപ്പൊ ഈ ലോകത്തിന് ഇത് പാപമല്ല. ഗവൺമെന്റിന് ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ ഞങ്ങളെപ്പോലെ ഉള്ളവരില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഗവൺമെന്റ് നിലനിൽക്കുമെന്നാണ് കുടിയന്മാര് ചോദിച്ചത്. അപ്പൊ പാപം ചെയ്യുന്നതിൽ തെറ്റില്ല എന്നാണ് ലോകത്തിന്റെ ചിന്തകൾ. പ്രൈസ് ദി ലോർഡ്. പാപ ചിന്തകളാണ് ലോക മനുഷ്യന്റെ തൃപ്തി എന്നാണ് ലോകം എന്ത് ചെയ്യുന്നത്, പഠിപ്പിക്കുന്നത്. പ്രൈസ് ഗോഡ്. എന്നാൽ ഇനി വ്യഭിചാരം ചെയ്യുന്ന ഒരുവന്റെ ചിന്ത എന്താണ്? വ്യഭിചാരം ചെയ്യുമ്പോൾ എനിക്ക് തൃപ്തി ഉണ്ടാകുമെന്നാണ്. മദ്യപിക്കുന്ന ഒരുത്തന് അവന്റെ കരള്, ഫങ്ഷൻസ് എല്ലാം ഡിസോർഡർ ആകുന്നു. പിന്നെ അവന് ഭക്ഷണം വേണ്ടാതെയാകുന്നു. അവൻ അങ്ങനെ നശിച്ച് പോകുന്നു. പ്രൈസ് ഗോഡ്. വ്യഭിചാരം ചെയ്യുന്നവന് ചില മാരക രോഗങ്ങൾ അവൻ അറിയാതെ അവൻ ഉണ്ടാകുന്നു. ക്രമേണ അവൻ ആ പാപത്തിന് അടിമയായി നശിക്കുന്നു. പക്ഷെ അല്പ ദിവസത്തെ അല്ലെങ്കിൽ അല്പസമയത്തെ സുഖത്തിന് വേണ്ടി ലോകത്തെ നോക്കി ഓടുന്ന മനുഷ്യൻ അവന്റെ ജീവിതത്തെ എന്ത് ചെയ്യുന്നു? നശിപ്പിച്ചു കളയുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ലോക മനുഷ്യന്റെ ചിന്ത പാപം ചെയ്താൽ കുഴപ്പമില്ല എന്നതാണ്. ഞാൻ രാഷ്ട്രീയത്തിലായിരുന്ന സമയത്ത് ഒരു മന്ത്രിയായിരുന്ന ഒരാളോട് ഞാനിങ്ങനെ കാര്യങ്ങൾ ഷെയർ ചെയ്തു. ഞാൻ പറഞ്ഞു, നിങ്ങളെക്കുറിച്ച് വളരെ മോശം അഭിപ്രായമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്തിനെ കുറിച്ചാണ്? അല്ല, നിങ്ങളുടെ ജീവിതം പാപം കൊണ്ട് നിറഞ്ഞതാണെന്ന്. ഞങ്ങൾ MLA കോട്ടേഴ്സിൽ നിങ്ങൾ സംസാരിക്കുന്ന സമയം സംസാരിച്ച. അപ്പോൾ പുള്ളി പറഞ്ഞൊരു വിഷയം, അതൊക്കെ ഒരു ചായ കുടിക്കുന്നത് പോലെയാണ്. ഒരു ചായ കുടിച്ച് കളയുന്നു, അതത്രയേ ഉള്ളൂ പാപം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അദ്ദേഹത്തിന് വ്യഭിചാരം എന്ന് പറയുന്നത് ഒരു ചായ കുടിക്കുന്നത് പോലെയാണ്. അദ്ദേഹമാണ് സമൂഹത്തെ എന്ത് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സമൂഹം എത്രത്തോളം നന്മ പ്രാപിക്കും? ഹല്ലേലൂയ. അപ്പൊ മനുഷ്യന്റെ ചിന്ത എന്താണ്? പാപം ചെയ്യാനായി അവൻ അധ്വാനിക്കുന്നു, പാപം ചെയ്തവൻ സന്തോഷിക്കുന്നു, പാപത്തിൽ നടക്കുന്നു, പാപത്തിൽ ജീവിക്കുന്നു, പാപത്തിൽ മരിക്കുന്നു. അവിടെ പൂർണ്ണത കിട്ടുമെന്നാണ് അവന്റെ വിശ്വാസം. ഹല്ലേലൂയ. നമുക്കറിയാലോ, ഒരു കാലത്ത് അമ്മയപ്പന്മാര് പെൺകുട്ടികളെ മുതിർന്നു കഴിഞ്ഞാൽ അപ്പന്മാരുടെ അടുത്തോ സഹോദരന്മാരുടെ അടുത്ത് പോലും വിടാതെ സൂക്ഷിച്ച് വളർത്തിയിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഇന്ന് കുട്ടികൾക്കൊക്കെ അതൊക്കെ ഒരു ഇറിറ്റേഷനാണ്, അത് അവർക്കൊരു അസ്വസ്ഥതയാണ്. അവർക്ക് ഫ്രീ മൈൻഡ് എന്നാണ് പറയുന്നത്. അങ്ങനെ അവരെല്ലാം ഫ്രീ ആയി. കുടുംബ ബന്ധങ്ങളൊക്കെ ആഴ്ചകളാകുമ്പോൾ തന്നെ പൊളിഞ്ഞു പോവുക. കാരണം അവർ കുടുംബജീവിതത്തിലാകുന്നതിന് മുമ്പ് തന്നെ അവർ ഫ്രീ ആവുകയാണ്. എല്ലാത്തിലും ഫ്രീ ആവുക, സ്വാതന്ത്ര്യം കിട്ടുക. അപ്പോൾ അവർക്ക് കുടുംബജീവിതത്തിന്റെ മഹത്വവും സംരക്ഷണവും സുരക്ഷിതത്വവും അവരറിയാതെ പോകുന്നു. ഇപ്പൊ സൗഹൃദ ബന്ധങ്ങൾ, ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ വിളിച്ച ഒരു സഹോദരി പറഞ്ഞ ഒരു കാര്യമാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനാണ്. ബ്രദർ പ്രാർത്ഥിക്കണം, മോൻ ഇപ്പൊ 4-5 ദിവസം കൊണ്ട് ഭയങ്കര കണ്ണിന് ക്ഷീണവും പ്രയാസവും നട്ടലിന് പ്രയാസവും ഒക്കെയാണ്. ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട് മോൻ? അങ്ങനെ അവൻ വേറെ കുഴപ്പമൊന്നുമില്ല. അവന് കുറച്ച് സുഹൃത്തുക്കളുണ്ട്. അതും അവനുള്ളത് എല്ലാം ഗേൾ ഫ്രണ്ട് മാത്രമേ ഉള്ളൂ. ഫോണിലൂടെ വിളിക്കും, സംസാരിക്കും. അവൻ പുറത്തൊന്നും എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. അല്ലാതെ അവന് വേറെ ഒരു പ്രശ്നവും ഇല്ല. മതിയല്ലോ. കുറച്ച് ഗേൾ ഫ്രണ്ട്സ് മാത്രമേ അവന് ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഇപ്പൊ അവന് പഠിക്കാനും തോന്നുന്നില്ല, വായിക്കാനും തോന്നുന്നില്ല, തിന്നാനും തോന്നുന്നില്ല, കുടിക്കാനും തോന്നുന്നില്ല. അപ്പോ രക്ഷകർത്താക്കൾക്കൊക്കെ അതൊക്കെ ഒരു പദവി പോലെയാണ്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആൺ സുഹൃത്തുക്കളുള്ളത് നല്ലതാണ്. അവരൊക്കെ ഫ്രണ്ട്സ് ആണ് ബ്രദർ, നമ്മൾ കാണുന്നത് പോലെയല്ല. സ്വത്രം തീപ്പെട്ടിയും പെട്രോളും അടുത്തിരുന്നാൽ അത് കത്തിപ്പടരുമെങ്കിൽ ഈ ബന്ധങ്ങളും കത്തിയിരിക്കും. സ്പർശനത്തില് വികാരജീവിയാണെങ്കിൽ അവർ തൊടുമ്പോൾ സ്പർശനം തിരിച്ചറിഞ്ഞിരിക്കും. അവരുടെ സ്പർശനങ്ങളിലൂടെ ബലഹീനതകൾ അവർക്ക് വരും. അവരുടെ ബന്ധങ്ങളിലൂടെ ബലഹീനതകൾ വരും. അതിനെ കാത്തു സൂക്ഷിക്കുന്ന ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കും. ഹല്ലേലൂയ,
ഹല്ലേലൂയ. നോക്കൂ, അതുകൊണ്ട് മനുഷ്യന്റെ ചിന്ത ഇതാണ്, പാപജീവിതം സ്വാതന്ത്ര്യം നൽകുന്നു എന്നാണ്. പലർക്കും അവര് മദ്യപാനത്തിലും മയക്കുമരുന്നിലും വെറിക്കൂത്തിലും സന്തോഷം കണ്ടെത്തുക. പക്ഷേ ദൈവം പറയുന്നു, അവരാരും സ്വർഗരാജ്യം കാണുകയില്ല, അവരാർക്കും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 3:9 വരുമ്പോൾ, മത്തായി സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം, അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ട് ഉണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും. പ്രൈസ് ഗോഡ്. രണ്ടാമത്തെ വിഷയം ഇതാണ്, മതഭക്തി കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്നാണ് ചിന്ത. മതഭക്തി കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്നാണ് ചിന്ത. ഹല്ലേലൂയ. ഒരിക്കലും മതഭക്തി കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. മതഭക്തി എന്ന് പറഞ്ഞാൽ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ബന്ധിക്കപ്പെട്ടതാണ് മതഭക്തി. ഹല്ലേലൂയ. നമ്മൾ ചിലപ്പോൾ ആലയങ്ങൾക്കകത്ത് കടന്നു ചെല്ലാറുണ്ട്. ആലയങ്ങൾക്കകത്ത് കടന്നു ചെല്ലുമ്പോൾ അവിടെ ചില ആരാധനകൾ നമുക്ക് ലഭിക്കാറുണ്ട്. ആ ആരാധനകളും അവിടുത്തെ ആചാരങ്ങളിലും നമ്മൾ ബന്ധപ്പെടാറുണ്ട്. പ്രൈസ് ഗോഡ്. എന്നാൽ ഈ നാളുകളിൽ നമ്മൾ തിരിച്ചറിയുന്നത്, ആരാധന ദൈവം സ്നേഹം തന്നെ, ദൈവം സ്നേഹം തന്നെ എന്ന് പഠിപ്പിക്കുന്ന സ്ഥലത്ത് ദൈവത്തിനെതിരായിട്ടുള്ള കമ്മിറ്റികളും അടികളും ബഹളങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നടക്കുന്നത് കൊണ്ട് അവിടെ ആർക്ക് പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല? ദൈവത്തിന് പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. ഇനി മറ്റൊരു നിലവാരത്തിൽ നമ്മൾ പറയാറുണ്ട്, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ പിതാവ്, പിതാവിൻ്റെ പിതാവ്, അപ്പൻ്റെ അപ്പൻ, അവരെല്ലാം ഇങ്ങനെ RC പാരമ്പര്യമാണ്, അല്ലെങ്കിൽ CSI പാരമ്പര്യമാണ്, അല്ലെങ്കിൽ പെന്തക്കോസ്തിന്റെ പാരമ്പര്യമാണ്, അതുകൊണ്ട് ഞങ്ങൾ ഈ പാരമ്പര്യം വിടത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ അമ്മ യെരുശലേം ദേവാലയത്തിനകത്ത് പാരമ്പര്യത്തിനകത്തായിരുന്നു. യേശുവിന്റെ അപ്പൻ യോസഫ് പാരമ്പര്യത്തിനകത്തായിരുന്നു. എന്നാൽ യേശു ദൈവത്തിന്റെ വെളിപ്പാടുകൾ പ്രസ്താവിച്ചപ്പോൾ യേശുവിനെ യെരുശലേം ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. ഹല്ലേലൂയ. യേശു ആലയത്തിൽ അധിഷ്ഠിതമായിട്ടല്ല നിന്നത്, ദൈവത്തിന്റെ വചനത്തിൽ ഉറച്ചിരുന്നു. പ്രൈസ് ഗോഡ്. ഇന്ന് പകൽക്കാലം നമ്മൾ സംഘടനയുടെ ആൾക്കാരാകാതെ ദൈവത്തിന്റെ പക്ഷക്കാരായി മാറ്റപ്പെടണം. നിങ്ങൾ സംഘടനയുടെ പക്ഷക്കാരാണെങ്കിൽ അവിടെ കമ്മിറ്റിയുണ്ട്, ബന്ധങ്ങളുണ്ട്, അടിയുണ്ട്, പ്രശ്നങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ നിങ്ങൾ യേശുവിന്റെ അനുയായികളാണെങ്കിൽ, ഹല്ലേലൂയ. നോക്കൂ, യേശുവിന്റെ കാലം കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും കൂടി സംഘം ചേർന്ന് ഇനി നമുക്ക് യേശുവിന്റെ പേരിൽ ഒരു ബിംബം വച്ചിട്ട് നമുക്കൊരു കൂട്ടായ്മ അങ്ങ് തുടങ്ങിയാൽ എങ്ങനെ ഉണ്ടാകും എന്നല്ല അവർ ചിന്തിച്ചത്. അവര് 120 പേരും കൂടി ദൈവത്തിന്റെ കൃപ പ്രാപിക്കുവാനായി അവർ മാളിക മുറിയിൽ കയറിയിരുന്നു. ഹല്ലേലൂയ. ഈ ലോകത്തിലെ വിശ്വാസം മതത്തിന്റെ അർത്ഥം അഭിപ്രായം എന്ന് മാത്രമാണ്. മതം എന്ന വാക്കിനർത്ഥം അഭിപ്രായമാണ്. എന്നാൽ ഒരു തത്വചിന്തകൻ എഴുതിയിരിക്കുന്നു, 7 സാഗരങ്ങൾക്കപ്പുറം മനുഷ്യ ശരീരത്തിലെ രക്തം മതത്തിന്റെ പേരിൽ ഭൂമിയിൽ ഒഴുക്കപ്പെട്ടിട്ടുണ്ടെന്നാണ്. ഹല്ലേലൂയ. അത്രമാത്രം മതഭ്രാന്ത് പിടിച്ച് ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ക്രമീകരിക്കുവാൻ. നമുക്കറിയാം, ഈ ബുദ്ധമതത്തിൽ വിശ്വസിക്കാൻ ഒരുത്തൻ വരുമ്പോൾ തന്നെ അവൻ മൊട്ടയടിക്കണം, മീശ എടുക്കണം, എന്നിട്ട് അവന്റെ മറ്റ് വസ്ത്രങ്ങൾ, ആഡംബരങ്ങൾ എല്ലാം മാറ്റിയിട്ട് ഒറ്റ മുണ്ടുടുത്ത് അത് ഒരു കാവിയിൽ കടുത്ത ഡ്രസ്സ് അവൻ ഇട്ടുകൊണ്ട് നടക്കണം. എങ്കിൽ മാത്രമേ അവൻ ഇവിടെ കയറാൻ പറ്റത്തുള്ളൂ, ബുദ്ധദേവനെ ആരാധിക്കാൻ പറ്റത്തുള്ളൂ. ഓരോ മതങ്ങളും ഓരോ അനുഷ്ഠാനങ്ങളാണ്, ഓരോ ആചാര രീതികളാണ് നടപ്പിലാക്കുന്നത്. എന്നാൽ യേശുവിന്റെ പക്ഷക്കാർക്ക് അങ്ങനെ ഒരു ആചാര അനുഷ്ഠാനങ്ങളുമില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഒരു വിഭാഗക്കാര് തലയിൽ കൂടെ തുണിയെല്ലാം ഇട്ട് അവർ പുതിയ രൂപത്തിലും ഭാവത്തിലും നടക്കുന്നു. അവരിറങ്ങി പുറപ്പെട്ടത് യേശുവിന്റെ മണവാട്ടിമാരായിട്ട് ഇറങ്ങി പുറപ്പെട്ടവരാ. പക്ഷെ ഇപ്പോഴവരുടെ ജോലി നഴ്സറി സ്കൂൾ ഉണ്ടാക്കുക, നഴ്സറി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക, അങ്ങനെ അവർ സമ്പന്നരായി തീരുക, അവരുടെ പ്രസ്ഥാനങ്ങൾ സമ്പന്നതയിലേക്ക് മാറ്റുക. ഹല്ലേലൂയ. അവരുടെ പ്രസ്ഥാനങ്ങൾ ഈ ഭൂമി പ്രകാരം അടിസ്ഥാനം വിശാലമാക്കുക. ഒരു മെഡിക്കൽ കോളേജ് ഉണ്ടാക്കുക, ഒരു LLB കോളേജ് ഉണ്ടാക്കുക, അതുപോലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടാക്കുക. ഇങ്ങനെ ലോകപ്രകാരം മതത്തിന്റെ പേരിൽ സ്ഥാപനങ്ങൾ സംഘടിപ്പിക്കുക, അതിന് ഗവൺമെന്റുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് കാര്യം ചെയ്യുക. എന്നാൽ യേശുവിന്റെ പക്ഷക്കാർ യേശുവിനെ നോക്കിയവരായിരുന്നു. അവർ ദൈവരാജ്യത്തെ നോക്കിയവരായിരുന്നു. അവർക്ക് ഭൂമിയിൽ നിക്ഷേപമില്ല, അവർക്ക് നിക്ഷേപം സ്വർഗത്തിലാണുള്ളത്. അവർ ഭൂമിയിൽ പ്രസാദിച്ചില്ല, ഭൂമിയിലുള്ള വസ്തുവകകളിൽ പ്രസാദിച്ചില്ല. അവർ പ്രസാദിച്ചത് സ്വർഗത്തിലെ ദൈവത്തിന്റെ മഹത്വത്തിൽ ആയിരുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നാം മതത്തിൽ അടിമപ്പെട്ടിരിക്കുകയാണോ? മതത്തിന് നമ്മൾ അടിമകളാണോ? ചില സംഘടനകൾക്ക് നമ്മൾ അടിമയാണോ? അതോ യേശുവിന്റെ ശിഷ്യന്മാരാണോ? യേശു പോയ സ്ഥലങ്ങളൊക്കെ നമുക്കറിയാം. പാപികളുടെ വീട്, ഇല്ലായ്മയുള്ളവരുടെ വീട്, കരയുന്നവരുടെ വീട്, മരണ വീട്. ഹല്ലേലൂയ. യേശു അങ്ങനെയുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ചു. യേശുവിന്റെ അനുയായികളായ നമ്മളുടെ ദർശനം സമ്പന്നന്മാരുടെ വീട് സന്ദർശിക്കുന്നതിലല്ല, സാധുക്കളുടെ വീട് സന്ദർശിക്കുന്നവരായി, ആരുമില്ലാത്തവരെ കരുതുന്നവരായി, ആരുമില്ലാത്തവരുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവരായി ദൈവം നിങ്ങളെ ഓരോ ദേശത്തും കണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഈ ലോകപ്രകാരം ആത്മരക്ഷയ്ക്ക് മതഭക്തി മതി എന്നാണ് ഈ ലോകത്തിലെ ചിന്തകൾ. ഹല്ലേലൂയ. ഇവിടെ ഞാൻ ചോദിച്ചു, ഈ ലോകപ്രകാരം ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഈ ലോകത്തിൽ ജീവിക്കുന്ന ആരോടെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആരും മിണ്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, നിങ്ങൾ എല്ലാവരും ആരാണ്? ദൈവത്തിന്റെ മക്കളാണ്, ആത്മീകരാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് മതഭക്തി നമുക്ക് ഇല്ല. പിന്നെയോ യേശുവിലുള്ള ഭക്തി. നമ്മുടെ ഗുരു എങ്ങനെയാണോ അങ്ങനെ ആയാൽ മതി ശിഷ്യന്മാർ. നമ്മുടെ ഗുരു എങ്ങനെയായോ അങ്ങനെ ആയാൽ മതി ശിഷ്യന്മാർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉറക്കം വരുന്ന ഒരു സ്തോത്രം ചെയ്താട്ടെ. ഒത്തിരി പേരിൽ ഈ ആത്മാവ് വ്യാപരിക്കുന്നുണ്ട്. സ്തോത്രം. ഉറക്കത്തിന്റെ ആത്മാവ് ഇങ്ങനെ വ്യാപരിക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 10-12 പേരുണ്ട് കേട്ടോ. കാരണം ഇന്ന് ഈ വലിയൊരു മെസ്സേജാണ് നമ്മൾ എടുക്കുന്നത്. ഇത് നമ്മുടെ സാധാരണ ഒന്ന് തോന്നും, പക്ഷേ നമ്മുടെ മനസ്സുകൾ രൂപാന്തരപ്പെടേണ്ടുന്നൊരു മെസ്സേജാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി ഉറക്കം വരാത്തവരൊന്ന് സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ഗോഡ്. സന്തോഷമുള്ളവരൊരു സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. മത്തായി 6:7. പ്രാർത്ഥനയെങ്കിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്. പ്രൈസ് ഗോഡ്. ഒന്നുകൂടി വായിക്കാം. പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ നിങ്ങൾക്ക് തോന്നുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ ആരെ പോലെ ജൽപ്പനം ചെയ്യരുത്? ജാതികളെ പോലെ ജൽപ്പനം ചെയ്തത്. എന്താണ് കർത്താവ് അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? എന്താണെന്ന് അറിയാമോ? ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ, ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ മാല പിടിച്ച് പ്രാർത്ഥിക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? മാല പിടിച്ച് പ്രാർത്ഥിക്കുന്നവരെ, അവരുടെ പ്രാർത്ഥന എങ്ങനെയാണ്? ഈ മാലയില് അതെ ഒരു 100 മുത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 50 മുത്തുണ്ടെങ്കിൽ, ഒരു മുത്തിൽ പിടിച്ചിട്ട് പറയും, കർത്താവേ എനിക്ക് സൗഖ്യം തരണമേ, ആമേൻ. എന്നിട്ട് അടുത്ത മുത്തിൽ പിടിക്കും. അടുത്ത മുത്തിൽ പിടിച്ചിട്ട് കർത്താവേ എനിക്ക് സൗഖ്യം തരണമേ, ആമേൻ. അടുത്ത 3-ാമത്തെ മുത്തിൽ പിടിച്ചിട്ട് പറയും, കർത്താവേ എനിക്ക് സൗഖ്യം തരണമേ, ആമേൻ. ഇങ്ങനെ 101 പ്രാവശ്യം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കേൾക്കുമെന്നാണ്. പൊട്ടനായിരിക്കും അങ്ങനെയുള്ള ദൈവം. ഹലോ, ഒരു കാര്യം ഒരുപാട് വട്ടം, നിങ്ങൾക്ക് ചെവിയുള്ളെങ്കിൽ ഒരു പ്രാവശ്യം പറഞ്ഞാൽ എന്ത് ചെയ്യും?
കേൾക്കും. യേശു കർത്താവ് പറഞ്ഞിരിക്കുക, യേശു കർത്താവിന്റെ ഗിരിപ്രഭാഷണമാണ് ഈ മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ. അതിനകത്ത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്, നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്, ജാതികളെ പോലെ നിങ്ങൾ ജൽപ്പനം ചെയ്യരുത്. ഹല്ലേലൂയ. പിന്നെയോ, നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വിഷയം ദൈവത്തോട് എത്ര പ്രാവശ്യം പറയണം? ഒരു പ്രാവശ്യം പറയണം. ഹല്ലേലൂയ. എന്നിട്ട് എന്ത് ചെയ്യണം? പിറ്റേ ദിവസം തൊട്ട് അതിന് സ്തോത്രം ചെയ്യണം. ദൈവം ആ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നതിനായി സ്തോത്രം. ദൈവം ആ പ്രാർത്ഥന വിഷയത്തിന് മറുപടി തന്നതിനായി സ്തോത്രം. ദൈവം അതിനെ പ്രവർത്തിച്ചതിനായി സ്തോത്രം. എന്നിട്ട് അങ്ങ് പാട്ടൊക്കെ പാടി ആരാധിച്ച് സ്തോത്രം ചെയ്തുകൊണ്ട് നടക്കണം. പിന്നെ നിങ്ങൾ ജാതികളെ പോലെ എന്ത് ചെയ്യരുത്? ജൽപ്പനം ചെയ്യരുത്. ഹല്ലേലൂയ. ആവർത്തിച്ച്. അപ്പൊ നമ്മൾ ചിന്തിക്കും, ബ്രദർ പിന്നെ നാളെ എന്തോ പ്രാർത്ഥിക്കും? ഇന്ന് മോന് വേണ്ടി പ്രാർത്ഥിച്ചു, മോക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, അവരുടെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, എല്ലാ വിഷയവും പ്രാർത്ഥിച്ചു. നാളെ എന്തോത്തിന് വേണ്ടി പ്രാർത്ഥിക്കും? മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. മിണ്ടുന്നില്ല. എനിക്കറിയാം മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കില്ലെന്ന്. അപ്പൊ നിങ്ങളുടെ നാളെ മുതലുള്ള പ്രാർത്ഥന മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ഇന്നത്തെ പ്രാർത്ഥനയിൽ ആര് മറുപടി തന്നു കഴിഞ്ഞു? ദൈവം മറുപടി തന്നു എന്ന് വിശ്വസിക്കുന്നവർ മാത്രം. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. ദൈവം എന്ത് ചെയ്യും? അതിന് ഉടൻ തന്നെ മറുപടി തരും. പ്രൈസ് ദി ലോർഡ്. നമ്മളിപ്പോ ഗവൺമെന്റിൽ പോയി ഒരു വീട് ചോദിക്കുകയാണ്. അപ്പൊ പറയും, സാധുക്കൾക്കാണ് വീട് കൊടുക്കണം, നിനക്ക് വീട് തരാൻ പറ്റത്തില്ല, നിനക്ക് ആരോഗ്യമുണ്ട്, അധ്വാനിച്ചൊരു വീട് വെച്ചോളാൻ പറയും. അതെന്തുകൊണ്ടാ ഗവൺമെന്റ് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാ? ഉറക്കെ പറ. കേട്ടില്ല. ബാങ്ക്, നമ്മുടെ ഗവൺമെന്റ് നഷ്ടത്തിലാണ്. നമ്മുടെ ഗവൺമെന്റ് പലരിടത്തും കടമെടുത്താണ് നിൽക്കുന്നത്. ഓരോ ഗവൺമെന്റും കടമെടുത്ത് ജനത്തെ പ്രീതിപ്പെടുത്താൻ വേണ്ടി നിൽക്കുകയാണ്. അല്ലാതെ നമ്മുടെ ഗവൺമെന്റ് എന്ന് പറയാൻ ഒന്നുമില്ല. ഇവന്മാര് ദാരിദ്ര്യം പിടിച്ചു കിടക്കുന്നവരാ. സ്വത്രം സ്വത്രം. പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് ആരോടാണ്? അണ്ഡകടാകങ്ങളെ സൃഷ്ടിച്ച ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. ആൽഫയും ഒമേഗയുമായവനോടാണ് പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥനയ്ക്ക് മറുപടി തരാമെന്ന് വാക്ക് പറഞ്ഞവനോടാണ് പ്രാർത്ഥിക്കുന്നത്. ഒരു നന്മയ്ക്കും കുറവ് വരുത്തുകയില്ല എന്ന് ഉറപ്പ് പറഞ്ഞവനോടാണ് പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായവനോടാണ് പ്രാർത്ഥിക്കുന്നത്. വാക്കു മാറാത്ത ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത്. കാലാവസാനത്തോളം ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞവനോടാണ് പ്രാർത്ഥിക്കുന്നത്. ഭയപ്പെടേണ്ട, ഞാൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞവനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. സകലത്തിന്റെ ഈ ഉടയവനായ ദൈവത്തിന്റെ കയ്യിൽ ഒരിക്കലും ദാരിദ്ര്യമില്ല. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാതിരിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ കൈ കുറുകിപ്പോയിട്ടില്ല. നിന്റെ പ്രാർത്ഥന കേൾക്കാതിരിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായി പോയിട്ടില്ല. പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ അധികാരമുള്ള, കഴിവുള്ള, സമ്പത്തുള്ളൊരു ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ഗോഡ്. സംശയമുള്ളവൻ ആവർത്തിച്ച് പ്രാർത്ഥിക്കും. സംശയമുള്ളവൻ പിന്നെയും പറയും, എൻ്റെ അപ്പന്റെ മഹത്വത്തെക്കുറിച്ച്, എൻ്റെ അപ്പന്റെ വലിപ്പത്തെക്കുറിച്ച്, എൻ്റെ അപ്പന്റെ കരത്തിലെ സമ്പത്തിനെ കുറിച്ച് ഉറപ്പില്ല എങ്കിൽ ഞാൻ ബലഹീനതയിൽ നിന്ന് കരഞ്ഞും നിലവിളിക്കും. എന്നാൽ ഉറപ്പുള്ളവൻ ഒറ്റ പ്രാവശ്യം എൻ്റെ ദൈവത്തിന്റെ കരത്തിൽ പ്രാർത്ഥനാ വിഷയം കൊടുത്തിട്ട് ധൈര്യത്തോടെ നടക്കും. ഹല്ലേലൂയ. സന്തോഷത്തോടെ നടക്കും. ചോദിച്ചാൽ നീ മറുപടി പറയും, ദൈവം എനിക്ക് വേണ്ടി ഒരത്ഭുതത്തെ ചെയ്യും, അത് ഞാൻ കാണാനായി കാത്തിരിക്കുകയാ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജൽപ്പനം ചെയ്യരുത്.
അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവൻ ചിന്തിക്കുന്നത്. ഒരുപാട് സമയം ഒരു വിഷയം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് മനസ്സലിയുമല്ലോ എന്നാണ് അവൻ ചിന്തിക്കുന്നത്. അവൻ അപ്പുറത്തെ കള്ള് ഷാപ്പിൽ പോയി കള്ളും കുടിച്ച്, ഇപ്പുറത്തെ കടയിൽ വന്ന് മുറുക്കാനും ചവച്ച്, ഇപ്പുറത്ത് അസൂയപ്പെട്ട് മറ്റു രണ്ട് തെറിയും വിളിച്ചിട്ട് അവൻ വന്ന് ഒരു 100 പ്രാവശ്യം കൊന്ത പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവനോട് ദൈവം കരുണ കാണിക്കത്തില്ല. ആദ്യം അവന്റെ ഹൃദയത്തിനകത്തിരിക്കുന്ന കയ്പ്, അസൂയ, അവൻ മറ്റുള്ളവരോടുള്ള വൈരാഗ്യം, ഇതെല്ലാം അവന്റെ ഹൃദയത്തിനകത്തു നിന്ന് പറിച്ചു കളഞ്ഞിട്ട് ദൈവത്തിന് ഇഷ്ടമുള്ളൊരു പാത്രമായി ഇരുന്നു കൊണ്ട് ഒരൊറ്റ പ്രാർത്ഥന മതി ദൈവത്തിന് ഇറങ്ങുവാനും പ്രവർത്തിക്കുവാനും. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന് പ്രവർത്തിക്കുവാനും ദൈവത്തിന് ഇടപെടുവാനും എത്ര സമയം മതി? അല്പസമയം മതി, അല്പസമയം മതി. ഹല്ലേലൂയ. ഇനി ആ വാക്യം ഒന്നുകൂടി നിങ്ങൾ ശ്രദ്ധിച്ചോ. കർത്താവെ, ഞങ്ങൾക്ക് കണ്ണു തുറന്നു കിട്ടണം എന്ന് അവർ പറഞ്ഞു. യേശു മനസ്സലിഞ്ഞ് അവരുടെ കണ്ണു തൊട്ടു. ഉടനെ അവർ കാഴ്ച പ്രാപിച്ച് അവനെ അനുഗമിച്ചു. ഹല്ലേലൂയ. ഒരുപാട് മധ്യസ്ഥന്മാരുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. യേശുവിനോട് കൂടെ ഒന്ന് പറയാൻ യേശുവിന്റെ കൂടെ നടന്ന ശിഷ്യന്മാരുണ്ട്. ഈ കുരുടന്മാർ, അല്ല പത്രോസേ, എനിക്ക് വേണ്ടി ഒന്ന് പറ, എനിക്ക് വേണ്ടി ഒന്ന് പറ, യോഹന്നാനെ എനിക്ക് വേണ്ടി ഒന്ന് പറ, യാക്കോബേ എനിക്ക് വേണ്ടി ഒന്ന് സംസാരിക്കേ. ഇങ്ങനെ ആരുടെയും മധ്യസ്ഥതയ്ക്കായിട്ട് ഈ കുരുടന്മാർ കാത്തിരുന്നില്ല. കുരുടന്മാർ വിളിക്കേണ്ടവനെ നേരിട്ട് വിളിച്ചു, കേൾക്കേണ്ടവൻ നേരിട്ട് കേട്ടു, പ്രവർത്തിക്കേണ്ടുന്ന ദൈവം നേരിട്ട് പ്രവർത്തിച്ചു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഒരു മധ്യസ്ഥതയുടെ നടുവിൽ പ്രസാദിക്കുന്ന ദൈവമല്ല എൻ്റെ ദൈവം. എങ്കിലും ഭൂമിയിൽ നിങ്ങൾക്ക് ഭാരങ്ങളെ വഹിപ്പാനും നിങ്ങൾക്ക് പൗരോഹിത്യത്തെ ദൈവം വച്ചിട്ടുണ്ട്. അത് വേണ്ടെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങൾ നേരിട്ട് ദൈവത്തോട് സംസാരിക്കുന്നവരായി തീരണം. നിങ്ങളുടെ വിഷയങ്ങളെ മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കുന്നതിനേക്കാൾ നിങ്ങൾ നേരിട്ട് ഇടപെടുന്ന ഒരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടായിരിക്കണം. ഹല്ലേലൂയ. നോക്കൂ, നേരത്തെയുള്ള വാക്യത്തിനകത്ത് നമ്മൾ കേട്ടു, അവൾ ജ്ഞാനം പ്രാപിപ്പാൻ യേശു മതി, അവൾ ഈ ഫലം പറിച്ചു തിന്നാൽ അവൾ ജ്ഞാനം പ്രാപിക്കുമെന്ന് ചിന്തിച്ചു. നോക്കൂ, ഈ ലോകത്തിൽ വലിയ ജ്ഞാനികളെന്ന് നമ്മൾ കാണുന്ന ഇന്ത്യയിലുള്ള ചില ആൾക്കാരുണ്ട്. APJ അബ്ദുൽ കലാമിന് ഭയങ്കര ജ്ഞാനം ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ തലച്ചോറിപ്പ് എന്ത് ചെയ്തു? പുഴുവരിച്ചു. ജവഹർലാൽ നെഹ്റുവിന്റെ തലച്ചോറ് പുഴുവരിച്ചു. സമ്പന്നന്മാരുടെയും അതിഭയങ്കര ശാസ്ത്രജ്ഞന്മാരുടെ എല്ലാം തലച്ചോറ് പുഴുവരിച്ചു. ഹല്ലേലൂയ. എന്നാൽ നമുക്കൊരു പ്രത്യാശയുണ്ട്. ഈ ഭൂമി നമ്മളെ കൈവിടുമ്പോഴും കൈവിടാത്ത ഒരു ദൈവം നമുക്കുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് സമ്പന്നന്മാരെ കാണുമ്പോഴോ ബുദ്ധിമാന്മാരെ കാണുമ്പോഴോ ശാസ്ത്രജ്ഞന്മാരെ കാണുമ്പോഴോ അതിഭയങ്കര ജ്ഞാനികളോ ഉപദേഷ്ടാക്കന്മാരെ കാണുമ്പോഴോ നിങ്ങൾ ഭയപ്പെടേണ്ട. സകലത്തിന്റെയും ജ്ഞാനിയായ ദൈവത്തെ അറിയുവാൻ ഭാഗ്യം കിട്ടിയ നിങ്ങളാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനി. പ്രപഞ്ച സൃഷ്ടാവായ ദൈവത്തെ അറിയുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് ഏറ്റവും വലിയ ജ്ഞാനി. ഹല്ലേലൂയ. ഈ ശാസ്ത്ര ലോകത്തെ കുറിച്ച് അറിയാം, ദൈവം ഉണ്ടാക്കിയ ഗ്രഹങ്ങളെ കുറിച്ച് അറിയാം. പക്ഷെ ഇതുണ്ടാക്കിയ ദൈവത്തെ അറിഞ്ഞില്ലെങ്കിലോ? പ്രൈസ് ഗോഡ്. ഈ ഭൂമിയിലുള്ള എല്ലാറ്റിനെ കുറിച്ച് അറിയാം. മനുഷ്യരെല്ലാം ശാസ്ത്രം പഠിച്ചുകൊണ്ടിരിക്കുക. മനുഷ്യ ശരീരത്തിലെ അവയവങ്ങളെ കുറിച്ച് ശാസ്ത്ര പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ ശരീരം ഉണ്ടാക്കിയ ദൈവത്തിന് എത്ര അധികം അറിവും ജ്ഞാനവും ഉണ്ടായിരിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ജ്ഞാനം തന്ന, നമുക്ക് ബുദ്ധി തന്ന ആ ദൈവത്തെ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തെ അറിയുവാൻ ഭാഗ്യം ലഭിച്ച നമ്മളാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ജ്ഞാനികൾ. ഹല്ലേലൂയ. ഇനി ഈ ഭൂമിയിലുള്ള ജ്ഞാനികളുടെ പ്രത്യേകത എന്താ?
ഈ ഭൂമിയിലുള്ള ജ്ഞാനികളുടെ പ്രത്യേകത എന്താ? അവരിവിടെ ഉള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ, ഇതുണ്ടാക്കിയവനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ഇവിടെ ഉള്ളതിനെ കുറിച്ച് ചിന്തിച്ച് ഈ ലോകപ്രകാരം ഒരുവൻ ജ്ഞാനിയാകാൻ ശ്രമിക്കുമ്പോൾ ഇതുണ്ടാക്കിയവനെ കുറിച്ച് ആരാധിച്ച് ഉണ്ടാക്കിയവന് മഹത്വം കൊടുത്ത് നാം അവന്റെ രാജ്യത്തിലേക്ക് പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പടയാളി സൈന്യമാണ് ദൈവമക്കളായ നാം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ശ്രേഷ്ഠന്മാർ ആരാണ്? ഉറക്കെ പറ ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ ജ്ഞാനികളേറെയില്ല, ബലവാന്മാരേറെയില്ല. ഹല്ലേലൂയ. ഇതെല്ലാം ഒരു ദിവസം ഈ മണ്ണിൽ ലയിച്ചു പോകും. എന്നാൽ ഇവിടെ ഇരുന്നപ്പോൾ സ്വന്തം ആത്മാവിനെ നേടിയവൻ സർവ്വലോകത്തെക്കാളും വലിയവനായി മാറ്റപ്പെടും. ഹല്ലേലൂയ. ദൈവം ഉണ്ടാക്കിയതിനെ കുറിച്ച് ഇവർ പഠിക്കുമ്പോൾ ദൈവത്തെ കുറിച്ച് പഠിക്കുന്നവരാണ് നമ്മൾ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ലോകം നമ്മളെ പൊട്ടം തട്ടിക്കുമ്പോൾ, ലോകം നമുക്കെതിരെ ഇങ്ങനെ പലവിധ അഭ്യാസങ്ങൾ നടത്തുമ്പോൾ, ഞാൻ ചോദിക്കട്ടെ, ഈ ഉദ്യോഗാർത്ഥികളെല്ലാം, ഇപ്പൊ സമരം കിടക്കുന്ന ഉദ്യോഗാർത്ഥികളെല്ലാം ഭക്ഷണം കഴിക്കുന്നില്ലേ? ജോലി കിട്ടിയിട്ടാണോ? കുടിച്ചിട്ടും തിന്നിട്ടും അല്ലേ സമരം കിടക്കുന്നേ? സ്വത്രം. അപ്പൊ അവർക്ക് എന്തൊക്കെയോ ജോലിയുണ്ട്, തിന്നാനും കുടിക്കാനും എന്തൊക്കെയോ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇത് തന്നെ മതി എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് പ്രശ്നം. ഞാൻ സമരക്കാർക്കെതിരല്ല, വിദ്യാർത്ഥികൾക്കെതിരല്ല ഞാൻ പറഞ്ഞത്. ഇത് കിട്ടിയില്ലെങ്കിലും ദൈവം വായി കൊടുത്ത മക്കൾക്ക് ഭക്ഷിപ്പാനുള്ളതും ഈ ഭൂമിയിൽ ഒരുക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. പിൻവാതിലൂടെ അപ്പോയിന്റ്മെന്റുകൾ നടത്തിയവരൊക്കെ ഒന്നും അറിയാത്തവരെ പോലെ നടക്കുക. പഠിച്ചവരും കഷ്ടപ്പെട്ടവരും ഒക്കെ പുറത്ത്, തമ്മിലടിക്കാനും രാഷ്ട്രീയം കളിക്കാൻ പോയവന്മാർക്കൊക്കെ സീറ്റ്, ജോലി. ഹല്ലേലൂയ. ഇതാണ് ലോകം. ഈ ലോകം ഇങ്ങനെയാണ് പോകുന്നത്. ഇവിടെ നമ്മൾ പ്രാർത്ഥനയിലേക്ക് വന്ന് പറഞ്ഞൊരു വിഷയം ഇതാണ്: സ്വ ആശ്രയത്തിലൂടെ ദൈവത്തെ പിടിച്ചു നിർത്തിയ കുരുടന്മാർ, സ്വന്തം പ്രാർത്ഥനയിലൂടെ ദൈവത്തെ പിടിച്ചു നിർത്തിയ കുരുടന്മാർ. ഇന്ന് പകൽക്കാലം ഞാനും നീയും പ്രാർത്ഥിക്കുമ്പോൾ എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ. എന്നെ വെറുതെ അയക്കുന്ന ദൈവമല്ല എന്റെ ദൈവം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 49 വരുമ്പോൾ, ലൂക്കോസ് 6:49. കേട്ടിട്ട് ചെയ്യാത്തവനോ അടിസ്ഥാനം കൂടാതെ മണ്ണിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യൻ. ഒഴുക്കടിച്ച ഉടനെ അത് വീണു, ആ വീടിന്റെ വീഴ്ച വലിയതുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ പലരും പണിയുന്നത് അടിസ്ഥാനമില്ലാതെയാണ് പണിയുന്നത്. ഹല്ലേലൂയ. 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 അനേകരുടെ പണികൾ അടിസ്ഥാനമില്ലാത്ത പണിയാണ്. നമുക്കിവിടെ ആലയത്തിൽ വന്ന ഒത്തിരി മക്കളെ നമുക്കറിയാം. ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ട്, സാക്ഷ്യം പറയാൻ അറിയത്തില്ല. ഒത്തിരി പേര് പാട്ട് പാടുന്നുണ്ട്, പക്ഷെ പാട്ടിന്റെ വരി നോക്കി പാടാൻ അറിയത്തില്ല. അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, ഒന്നിനും എന്തില്ല, അടിസ്ഥാനം ഇല്ല. പാട്ട് നോക്കി പാടില്ല, പ്രാർത്ഥിക്കേണ്ടുന്ന വിധത്തിൽ പ്രാർത്ഥിക്കത്തില്ല, നല്ലൊരു സാക്ഷ്യം പറയാൻ പേടിയാണ്. അപ്പൊ നമ്മള് സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം എന്ന് എങ്ങനെ പറയും? അപ്പോസ്തലനായ പൗലോസ് തന്റെ സാക്ഷ്യത്തിലൂടെയാണ് ദൈവത്തെ മഹത്വപ്പെടുത്തിയത്. നമ്മൾ ഓരോരുത്തരെയും ദൈവം വിളിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ സാക്ഷ്യം, ദൈവം നമുക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് സാക്ഷി പറയുന്നവരായിരിക്കാനാണ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ അടിസ്ഥാനമില്ലാത്തൊരു പണി. ഇവിടെ നമുക്ക് സൺഡേ ക്ലാസ്സിന് കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ സമയം കൊടുക്കുന്നുണ്ട്. പല സഭകളിലും ഇപ്പൊ സൺഡേ ക്ലാസ് ഇങ്ങനെ വാക്യം പറയണ്ട എന്നൊക്കെ പറയുന്നു, സമയമില്ല. പക്ഷേ ഇവരെ എങ്ങനെ പണിയും, ഇവരെങ്ങനെ വളരും, ഇവരുടെ നെക്സ്റ്റ് ജനറേഷൻ, ഇവരുടെ തലമുറകളെ വാക്യം പഠിപ്പിക്കാൻ ഉത്സാഹമുള്ളവരായിരിക്കും. ഇവര് വാക്യം പഠിച്ചാ വളർന്നത്, അതുകൊണ്ട് ഇവരുടെ തലമുറകളെ വാക്യം പഠിപ്പിക്കാൻ ഉത്സാഹമുള്ളവരായിരിക്കും. ഹല്ലേലൂയ. എന്നാൽ സഭകളില് വെറുതെ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം ഒരു വാക്യം പറയുന്ന രീതിയല്ല. അടിസ്ഥാനം ശരിയായാൽ, വേര് ശരിയായിട്ട് പോയാൽ, അത് ശരിയായിട്ട് അതിൻ്റെ വളങ്ങൾ എടുത്തുകൊണ്ട് നിന്നാൽ അതിൻ്റെ മുകളിലുള്ള ഫലം അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ.
അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം പറയുന്നു, അടിസ്ഥാനമില്ലാതെ പണിയുന്നതൊക്കെയും പൊളിഞ്ഞു പോകും. അടിസ്ഥാനമില്ലാതെ പണിയുന്നതൊക്കെയും പൊളിഞ്ഞു പോകും. പ്രൈസ് ഗോഡ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സഭയുടെ അടിസ്ഥാനം, സഭ നിങ്ങളാണ്, നിങ്ങളുടെ അടിസ്ഥാനം ശരിയല്ല എങ്കിൽ, ശരിയായ വേദപഠനമല്ല എങ്കിൽ, ശരിയായ പ്രാർത്ഥനാ ജീവിതമല്ല എങ്കിൽ, ശരിയായ ആരാധന ശൈലി അല്ല എങ്കിൽ ദൈവത്തിന് ഇതൊന്നും പ്രസാദമായി തോന്നത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് മണലിന്മേൽ വീട് പണിത് നശിച്ചു പോയവനാകാതെ പാറമേൽ വീട് പണിത് അടിസ്ഥാനമുള്ളവരായി തീരുവാൻ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മളോട് ഉപദേശം പറയുന്നു. ഹല്ലേലൂയ. ഇനി ലോകത്തിന്റെ ചിന്ത എന്താണ്? വേഗത്തിൽ സമ്പന്നനാവുക, വേഗത്തിൽ സമ്പന്നനാവുക. ഹല്ലേലൂയ. അതുകൊണ്ട് അവരെന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു, എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു. പക്ഷെ അതുകൊണ്ട് അവർക്ക് എന്തുണ്ടാകുന്നില്ല? ഫലം ഉണ്ടാകുന്നില്ല. അവരുദ്ദേശിക്കുന്ന നന്മ, അവരുടെ തലമുറകൾ, അവരുടെ ജനറേഷൻസ് ആ നന്മ അനുഭവിക്കുവാൻ അവർക്ക് കഴിയുന്നില്ല. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അടിസ്ഥാനം ശരിയാകണം, നമ്മുടെ തലമുറകളുടെ പ്രാർത്ഥനാ ജീവിതം ശരിയാകണം, നമ്മുടെ തലമുറകളുടെ ആത്മീക ആരാധനകൾ ശരിയാകണം. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണം? കർത്താവേ, അടിസ്ഥാനം ഒന്ന് ശരിയാകുവാൻ. ചിലരൊക്കെ തിന്നാനും കുടിക്കാനും നല്ലൊരു വീടും ഒക്കെ കിട്ടിയാൽ എല്ലാം ആയെന്ന ചിന്ത. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമ്മൾ പണ്ട് ചാണകം മുഴുകിയ തറയിൽ കിടന്നുറങ്ങിയിട്ടില്ലേ? ഇല്ലേ? അവിടെ എന്തുണ്ടായിരുന്നു? ആകെപ്പാട് ഒരു പായ. ഉറക്കത്തിന് വല്ല കുറവ് വന്നിട്ടുണ്ടോ? സുഖമായിട്ട് ഉറങ്ങിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഇപ്പോഴാണെങ്കിലോ വീട്ടിൻ്റെ മേളിൽ ഫാന്, അതിൻ്റെ കീഴിൽ കട്ടില്, കട്ടിലിൻ്റെ മുകളിൽ മെത്ത, മെത്തയുടെ മുകളിൽ ഷീറ്റ്, ഷീറ്റിൻ്റെ മുകളിൽ നമ്മൾ, അതിൻ്റെ മുകളിൽ വീണ്ടും ഷീറ്റ്. എന്നിട്ടും ഉറക്കം കിട്ടുന്നില്ല. എന്നിട്ടും എന്ത് കിട്ടുന്നില്ല? ഉറക്കം കിട്ടുന്നില്ല. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ എന്താ സൂചിപ്പിക്കുന്നത്? ഇതെല്ലാം ഇവിടെ ഇട്ടേച്ച് പോകും, ഇതൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അപ്പോ നമ്മൾ അടിസ്ഥാനം ക്രിസ്തുവിലാണെങ്കിൽ നമുക്ക് വലിയ കട്ടില് വാങ്ങാം, പക്ഷെ ഉറക്കം വാങ്ങാൻ കിട്ടത്തില്ല. ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങാം, ജ്ഞാനം വാങ്ങാൻ, അറിവ് വാങ്ങാൻ കിട്ടത്തില്ല. ഹല്ലേലൂയ. അത് വായിക്കണം, ഇരുന്ന് വായിച്ച് വായിച്ച് പഠിച്ചാലേ അതെന്ത് ചെയ്യൂ? അറിവായിട്ട് വെളിപ്പെടും. അപ്പൊ പുസ്തകങ്ങളൊക്കെ വായിക്കണം. ഹല്ലേലൂയ. അതുപോലെ നിങ്ങൾ അടിസ്ഥാനം നഷ്ടപ്പെട്ടവരായി തീരരുത്, അടിസ്ഥാനമില്ലാത്തവരായി തീരരുത്. ക്രിസ്തുവിൽ പണിത്, ക്രിസ്തുവിൽ വളർന്ന്, ക്രിസ്തുവിൽ ജീവിച്ച്, ക്രിസ്തുവിൽ നിലനിൽക്കുന്നവരായി മാറ്റപ്പെടണം. അതാണ് നിത്യരാജ്യത്തിന് വരെ അവകാശമായി തീരുന്നത്. ഹല്ലേലൂയ. ലൂക്കോസ് 12:19 വായിക്കാം. ലൂക്കോസ് 12:19. എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ചു വെച്ചിരിക്കുന്നു, ആശ്വസിക്ക, തിന്നുക, കുടിക്ക, ആനന്ദിക്ക എന്ന് പറയും. ദൈവമോ അവനോട്, മൂഢ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു. ദൈവവിഷയമായി സമ്പന്നനാകാതെ തനിക്ക് തന്നെ നിക്ഷേപിക്കുന്നവന്റെ കാര്യം ഇങ്ങനെയാകുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോ ഒന്നാമത്തെ വിഷയം, പാപജീവിതം പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുമെന്ന് ലോക മനുഷ്യന്റെ ചിന്ത. 2, ആത്മീക രക്ഷയ്ക്ക് മതഭക്തി മതിയെന്ന ചിന്ത. 3, പ്രാർത്ഥനയിൽ ജൽപ്പനം ചെയ്താൽ ദൈവം പ്രസാദിക്കുമെന്ന ചിന്ത, ലോക മനുഷ്യന്റെ ചിന്ത. 3, സ്വാശ്രയത്തിൽ അല്ലാത്ത പ്രാർത്ഥനകളിൽ മറ്റുള്ളവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമെന്ന ചിന്ത. 6 നമ്മൾ പറഞ്ഞു, അടിസ്ഥാനമില്ലാത്ത പ്രാർത്ഥനകൾ, അടിസ്ഥാനമില്ലാത്ത ക്രിസ്തീയ ജീവിതം. ഹല്ലേലൂയ. 6 നമ്മൾ പഠിക്കാൻ പോകുന്നത് ധനത്തിൽ മാത്രം ആശ്രയം വയ്ക്കുന്ന അവസ്ഥയാണ് അവിടെ പറയുന്നത്. 12:19 പറയുന്നു, എല്ലാം അതിൽ കൂട്ടിവെക്കും, എന്നിട്ട് എന്നോട് തന്നെ, നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക
സ്വരൂപിച്ച് വെച്ചിരിക്കുന്നു. ആശ്വസിക്കുക, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറയും. അപ്പൊ ഞാൻ എന്നോട് തന്നെ, ഒരു ധനവാൻ പറയുക, എല്ലാം കൂട്ടി വെച്ചിട്ട് ഞാൻ എൻ്റെ അടുത്ത് തന്നെ പറയും, ഇനി തിന്നട, ഇനി കുടിക്കട, ഇനി ഉണ്ണട എന്നൊക്കെ ഞാൻ എൻ്റെ അടുത്ത് തന്നെ എന്ത് ചെയ്യും, പറയും. കാരണം എല്ലാം കൂട്ടി വെച്ചിരിക്കുകയാണ്, ഒരുമിച്ച് തിന്നാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്നോട് തന്നെ പറയും, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് ഞാൻ എന്നോട് തന്നെ പറയും. ഹല്ലേലൂയ. വീണ്ടും ഇവിടെ പറയുന്നു, ദൈവമോ അവനോട്, മൂടാ, ഈ രാത്രിയിൽ നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും, പിന്നെ നീ ഒരുക്കി വച്ചത് ആർക്കാകും? ഹല്ലേലൂയ. പലരും ഉള്ളതിൽ തൃപ്തിയില്ല. എന്തെല്ലാം ദൈവം കൊടുത്താലും വീണ്ടും വേണം, വീണ്ടും വേണം എന്നുള്ള അത്യാർത്തി കൊണ്ടിങ്ങനെ മനുഷ്യൻ ഓട്ടം വെച്ചോടുകയാണ്. ഹല്ലേലൂയ. ഈ മനുഷ്യൻ ഇങ്ങനെ ഓട്ടം വെച്ച് ഓടുന്നതിന് സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? പലരും ഇങ്ങനെ ഓടുകയാണ്, ജീവിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, ഓടുകയാണ്. അപ്പോൾ ചിലരെയൊക്കെ നമുക്കറിയാം, അവര് രാവിലെ റബ്ബർ വെട്ടാൻ പോകും, അത് കഴിഞ്ഞ് അവര് പിന്നെ മരച്ചിനി കൃഷിക്ക് പോകും, പിന്നെ വേറെ ചിലർ ആടുമാടുകളെ നോക്കും, വേറെ ചിലർ വസ്തുവകകൾ നോക്കും, വേറെ ചിലർ വേറെ ഇങ്ങനെ ഒരു ഉച്ചയ്ക്ക് മുമ്പ് ഒരു 7-8 കാര്യങ്ങളൊക്കെ ചെയ്യും. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അധ്വാനിക്കും. ഭക്ഷണം കഴിക്കാനൊക്കെ ഇരുന്നാൽ ഇവരിങ്ങനെ പെട്ടെന്ന് കഴിക്കും, വീണ്ടും ഓടും. കാരണം ഇവർക്കൊന്നിനും എന്തില്ല, സമയമില്ല. ഇങ്ങനെ മനുഷ്യൻ എല്ലാം നേടാൻ വേണ്ടി ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ ഓടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവന്റെ സ്വന്തം ശരീരം നോക്കാൻ അവൻ എന്ത് ചെയ്യുന്നുണ്ട്, മറന്നു പോകുന്നുണ്ട്. അവന്റെ സ്വന്തം ആരോഗ്യം നോക്കാൻ, അവന്റെ പ്രായത്തിനനുസരിച്ച് അവന്റെ ശരീരത്തിന്റെ അനുഗ്രഹത്തെ, അവന്റെ ശരീരത്തിന്റെ ആരോഗ്യത്തെ നോക്കാൻ അവൻ എന്ത് ചെയ്യുന്നു, മറന്നു പോകുന്നു. ഇങ്ങനെ അധ്വാനിക്കാൻ ഓടുന്നതിന്റെ ഓട്ടത്തിൽ സ്വയം മറന്ന് അവിടെയും എത്തുന്നില്ല, ഇവിടെയും എത്താതെ വഴിയിൽ അവൻ എന്ത് ചെയ്യുന്നുണ്ട്, പട്ടുപോകുന്നുണ്ട്. ഹലോ. അതുകൊണ്ടാണ് ബൈബിൾ വാക്യം, അധികാലത്തെ ഉണരുന്നതും നന്നാ താമസിച്ചുറങ്ങാൻ പോകുന്നതും വ്യർത്ഥമത്രേ, തന്റെ പ്രിയനോ അവനത് ഉറക്കത്തിൽ കൊടുക്കുന്നു. സ്തോത്രം. ഉറക്കം വന്നാൽ സുഖമായിട്ട് കിടന്ന് എന്ത് ചെയ്യണം, ഉറങ്ങണം. എന്ന് പറഞ്ഞ് എപ്പോഴും ഉറങ്ങരുത്. അധ്വാനിക്കേണ്ടുന്ന സമയത്ത് അധ്വാനിക്കണം, ഉറങ്ങേണ്ടുന്ന സമയത്ത് ഉറങ്ങണം. ദൈവത്തെ ആരാധിക്കേണ്ടുന്ന സമയത്ത് വേറെ കാര്യങ്ങൾക്ക് പോകരുത്, ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ബലത്തോടെ ദൈവത്തെ സേവിക്കണം. ഹല്ലേലൂയ. അപ്പോൾ എല്ലാം കൂടെ ശരിയാകുമ്പോൾ ഭംഗിയായി ജീവിതം മുന്നോട്ട് പോകും. 90 വയസ്സ് വരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 90 വരെയും പോകും. ഇല്ലെങ്കിൽ 60 ആകുമ്പോൾ എന്ത് ചെയ്യും, ഒടിഞ്ഞു വീഴും. കാരണം ഓട്ടം അങ്ങനെയുള്ള ഓട്ടമായിരുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പലരും എന്ത് ചെയ്യുന്നില്ല, ജീവിതങ്ങൾ യഥാർത്ഥമായി ജീവിക്കാതെ, ഭാര്യയോട് കുറച്ചു നേരം ഇരിക്കാതെ, മക്കളോട് കുറച്ചു നേരം ഇരിക്കാതെ, സൗഹൃദ ബന്ധങ്ങൾ ശരിയായി കാത്തു സൂക്ഷിക്കാതെ ഇങ്ങനെ ഓട്ടത്തോടോട്ടമാണ്. അവരുടെ ജീവിതങ്ങൾ വഴിയിൽ എന്ത് ചെയ്യുന്നു, പട്ടുപോകുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ശരിയാവണ്ണം ജീവിക്കുവാൻ, ശരിയാവണ്ണം ദൈവത്തോട് പറ്റിയിരിപ്പാൻ, ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ധനത്തിൽ മാത്രം ആശ്രയം വയ്ക്കരുത്. ഇന്ന് രാത്രിയിൽ മൂഢാ, നിന്റെ ആത്മാവിനെ ഇന്ന് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? അവനോട് തന്നെ പറയാ, ഇന്ന് ഞാൻ തിന്നുക, കുടിക്കും, ആനന്ദിക്കും എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം, നിന്റെ ആത്മാവിനെ ഇന്ന് ചോദിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർക്കാകും? പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇത് കേട്ടപ്പോ അവന് തൃപ്തിയായി. ഒരിക്കലൊന്നും കൊണ്ടുപോകാൻ പറ്റൂല, ഇത് തിന്നാനും പറ്റൂല, കുടിക്കാനും പറ്റൂല. ഇത് ആരെങ്കിലും തിന്നും, ആരെങ്കിലും കുടിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ആരെങ്കിലും തിന്നും, ആരെങ്കിലും കുടിക്കും. അങ്ങനെ ആകരുത്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ധനത്തിൽ മാത്രം ആശ്രയം വയ്ക്കരുത്. എന്നാൽ ധനവാൻ ചിന്തിച്ചത് എന്താണ്? ധനത്തിൽ ആശ്രയം വെച്ചാൽ ലോകത്തിനുള്ളത് എല്ലാമായി. പലരുടെയും ചിന്താഗതി ഇതാണ്, സമ്പത്തുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ പിന്നാലെ വരുമെന്ന്. അതൊക്കെ ചുമ്മാതാ. നിങ്ങൾക്ക് സമ്പത്തുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കും, നമുക്കെന്തുവാ? സ്തോത്രം. ഹല്ലേലൂയ. പണ്ടൊരു ധനാഢ്യനായ മനുഷ്യനെ
എല്ലാവരും കല്യാണത്തിന് വിളിക്കും, നാട്ടുകാരെല്ലാം കല്യാണത്തിന്. കാരണം പുള്ളി ആ ദേശത്തിൽ പൈസയൊക്കെ ഉള്ള ആളായതുകൊണ്ട് പുള്ളി എല്ലാവരും കല്യാണത്തിന് വിളിക്കും. പുള്ളി രാവിലെ പോയി പുള്ളി ഒരു കസേര, ഒരു തോർത്ത് വാങ്ങിക്കൊണ്ട് ആദ്യത്തെ കസേരയിൽ കൊണ്ടിടും, ഇട്ടിട്ട് പുള്ളി പോരും. അപ്പോൾ പുള്ളി അവിടെ വന്നു എന്നുള്ളത് എല്ലാവർക്കും തെളിവാണ്, പുള്ളി ആ വീട്ടിൽ വന്നു എന്നുള്ളത്. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം വന്നു. അയാൾ ആ നാട്ടിലുള്ള എല്ലാ വീട്ടിലും വിളിച്ചു, ആയിരക്കണക്കിന് കസാര എടുത്തിട്ടു. അദ്ദേഹം രാവിലെ വന്ന് നോക്കിയപ്പോൾ എല്ലാ കസേരയിലും ഓരോ തോർത്ത് കിടപ്പുണ്ട്. നല്ല അയാൾ എന്താണോ അങ്ങോട്ട് കൊടുത്തത് അതാണ് ഇങ്ങോട്ട് കിട്ടിയത്. ധനവാന്റെ സമ്പത്തും അങ്ങേരുണ്ടാക്കിയ ഭക്ഷണം എല്ലാം കുഴിച്ചു മൂടേണ്ടി വന്നു. അതുകൊണ്ട് നിങ്ങൾ കൊടുക്കേണ്ടത് മാനുഷിക സ്നേഹമാണ്, നിങ്ങൾ പങ്കുവയ്ക്കേണ്ടത് ദൈവസ്നേഹമാണ്. ഹല്ലേലൂയ. അല്ലാതെ നമുക്ക് ഹിതമല്ലാത്തതല്ല, ദൈവത്തിന് ഹിതമല്ലാത്തതല്ല നമ്മൾ ഒരുക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ എന്തിൽ മാത്രം ആശ്രയം വയ്ക്കരുത്? ധനത്തിൽ മാത്രം ആശ്രയം വയ്ക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം ഒക്കെയും എന്നെ പിന്തുടരും. ഞാൻ അതിനെയല്ല, അതെന്നെ എന്ത് ചെയ്യണം? അപ്പൊ എനിക്ക് ഈ വയസ്സിൽ എത്ര രൂപയാണ്, ഈ പ്രായത്തിൽ ഇന്നത്തേക്ക് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് ഇന്ന് രാവിലെ ദൈവം എന്ത് ചെയ്യുന്നു? അറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ഈ ഇടയ്ക്ക് ഒരു ദൈവദാസൻ്റെ അടുത്ത് പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണമൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു വന്നാൽ മതി, ഒരു ചാക്കരി ഞാൻ എടുത്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി 2-4 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, പുള്ളി പല അരികളുടെ റേറ്റൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട, ഞാനൊരു 2000 രൂപ വരെ നിങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ എനിക്ക് അന്ന് രാവിലെ വരെയും എൻ്റെ കയ്യിൽ ഒരു പൈസ ഇല്ല. അപ്പോഴും രാവിലെ വിളിച്ച് പറയുകയാണ് ഞങ്ങൾ ഇന്ന് വരും എന്ന്. അവൻ 2000 രൂപ കൊടുക്കണം, എന്ത് കൊടുക്കണം? അപ്പം ഞാൻ പറഞ്ഞു കർത്താവേ നിന്റെ നാമത്തെ ഞാനൊരു കാര്യം പറഞ്ഞു. സ്തോത്രം. ഇപ്പൊ തിരുവനന്തപുരത്തുനിന്ന് ഞാൻ ഇവിടെ വന്ന് ഇറങ്ങിയപ്പോൾ ഒരാൾ കൊണ്ട് എൻ്റെ കയ്യിലൊരു വടക്ക് വന്ന് ഞാൻ ചോദിച്ചത് എന്തിനാ? അത് പാസ്റ്റർക്കുള്ളതാ. ഞാൻ പറഞ്ഞത് ദശാംശമാണോ കാണിക്കാണോ? ഇല്ല, അത് പാസ്റ്റർക്കുള്ളതാ. അപ്പൊ സമാധാനമായി. മറ്റേ ആൾ വരും, 2000 രൂപ കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അന്ന് രാവിലെയാണ് ഈ 2000ന്റെ ആവശ്യം എന്നുള്ളത് ആർക്കറിയാം? തലേ ദിവസം തരത്തില്ല. ഹല്ലേലൂയ. അന്നന്ന് തരുന്നവനായൊരു ദൈവം, അന്നന്ന് അറിയുന്നവനായൊരു ദൈവം. നമ്മുടെ ദൈവം അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. അവൻ പ്രവൃത്തിയിൽ ശക്തനാണ്, അവൻ പ്രവൃത്തിയിൽ അത്ഭുത മന്ത്രിയാണ്. നമ്മളൊരു വാക്ക് പറഞ്ഞാൽ അത് ദൈവനാമത്തിലാണ് പറയുന്നെങ്കിൽ അതിനെ പൂർത്തീകരിപ്പാൻ ദൈവം ശക്തനാണ്. അപ്പോസ്തല പ്രവൃത്തി 17:29 വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 17:29. നാം ദൈവത്തിന്റെ സന്താനം എന്ന് വരികയാൽ ദൈവം മനുഷ്യന്റെ ശില്പവിദ്യയും സങ്കല്പവും കൊണ്ട് കൊത്തിത്തീർത്തിരിക്കുന്ന പൊൻ, വെള്ളി, കല്ല് എന്നിവയോട് സദൃശ്യമെന്ന് നിരൂപിക്കേണ്ടതല്ല. സ്തോത്രം. ഹല്ലേലൂയ. ഇനി മനുഷ്യനെല്ലാം ചിന്തിക്കുന്ന എന്തെന്നറിയാമോ? ശ്രദ്ധിച്ചോ, ഒരു നല്ല വിഗ്രഹത്തെ ഉണ്ടാക്കാം, എന്നിട്ട് ഇത് ദൈവമാണെന്ന് സങ്കല്പിക്കുക. സ്തോത്രം. അതാണ് ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. നാം ദൈവത്തിന്റെ സന്താനം എന്ന് വരികയാൽ ദൈവം മനുഷ്യന്റെ ശില്പവിദ്യയും സങ്കല്പവും കൊണ്ട് കൊത്തിത്തീർക്കുന്ന പൊൻ, വെള്ളി, കല്ല് എന്നിവയോട് സദൃശ്യം എന്ന് നിരൂപിക്കേണ്ടതല്ല. ഹല്ലേലൂയ. മനുഷ്യന് ശില്പവിദ്യ കൊടുത്തതാരാണ്? ദൈവം. അതുകൊണ്ട് മനുഷ്യൻ ഉണ്ടാക്കുന്ന പൊന്നുകൊണ്ടോ വെള്ളി കൊണ്ടോ ഒക്കെ മനുഷ്യൻ ഉണ്ടാക്കുന്നത് അത് ദൈവമാണ് എന്ന് നിരൂപിക്കരുത്. ഹല്ലേലൂയ. ബാബേലില് ഒരു വലിയ ബിംബം ഉണ്ടാക്കി വെച്ചു നെബൂഖദ്നേസർ. പക്ഷെ അവിടെ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ എന്ത് ചെയ്തില്ല? അതിനെ നമസ്കരിച്ചില്ല. അവൻ പൊന്നുകൊണ്ടോ വെള്ളി കൊണ്ടോ എന്തോ എവിടെയോ കാണട്ടെ, ഇത് കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആരും എന്ത് ചെയ്യരുത്? അത് ദൈവമാണെന്നോ ദൈവത്തിന്റെ രൂപമാണെന്നോ സങ്കല്പിക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ പെന്തക്കോസ്തുകാരുടെ വീട്ടിനകത്ത് കയറിയാൽ അവരുടെ വീട്ടിനകത്തെല്ലാം വാക്യമുണ്ട്, ഹൃദയത്തിനകത്ത് വാക്യമില്ല. സ്തോത്രം. സ്തോത്രം. മിണ്ടുന്നില്ല. അപ്പൊ ഇങ്ങനെ പലരും പല അഭ്യാസികളായിട്ട് ഇങ്ങനെ നടക്കുകയാണ്.
അപ്പൊ നമുക്ക് ഹൃദയത്തിനകത്ത് എന്ത് വരണം? വചനം കൊണ്ട് നിറയണം. ഇതെല്ലാം വിഗ്രഹങ്ങൾക്ക് തുല്യമാണ്. ഇതെല്ലാം വിഗ്രഹങ്ങൾക്ക് തുല്യമാണ്. അതുകൊണ്ട് നമ്മൾ ഈ വിഗ്രഹാരാധനകളിൽ അടിമപ്പെടാതെ, വിഗ്രഹങ്ങളിൽ ദൈവം പ്രസാദിക്കുമെന്ന് ചിന്തിക്കാതെ, വലിയ വിഗ്രഹം, ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നുകൂടുന്നൊരു സ്ഥലം, ഭൂതം ഇരിക്കുന്നിടത്ത് മദ്യപിച്ചും സേവിച്ചും കൊണ്ട് അനേകര് തീർത്ഥാടന യാത്ര എന്ന് പറഞ്ഞു പോകുന്ന സ്ഥലങ്ങളേ ഉള്ളൂ ഇവിടെയൊക്കെ. അല്ലാതെ അവിടെയൊന്നും ആരില്ല, ദൈവമില്ല. ഹല്ലേലൂയ. ദൈവം ഉണ്ടെങ്കിൽ ഇതുപോലൊരു സിസ്റ്റമുണ്ട്, ഒരു ക്രമീകരണമുണ്ട്, ഒരു പ്രാർത്ഥനാ ശൈലിയുണ്ട്, ഒരു ആരാധനാ ജീവിതമുണ്ട്, നേരായൊരു മാർഗമുണ്ട്, ഒരു ഉപദേശമുണ്ട്. ഹല്ലേലൂയ. ഇതിനകത്തുകൂടെ പോകുന്നത് വളഞ്ഞു പുളഞ്ഞും വളരാതെ നേരെ പോകും. ഇതിനകത്ത് ഇരുന്നു കൊണ്ട് വളഞ്ഞ ചിന്തയോടെ ഇരിക്കുന്നെങ്കിൽ അതിൻ്റെയൊക്കെ ജീവിതം വഴിയിൽ പട്ടുപോകും. എങ്കിലും നേരെ നിൽക്കുന്നവനെ നേരോടെ നയിക്കുന്നൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കമുക് എത്ര പൊങ്ങിയ ശേഷമാണ് അതിന് ഫലം വരുന്നതെന്ന് കണ്ടിട്ടുണ്ടോ? കമുക് കുറേ പൊങ്ങണം അല്ലേ? ഒരാൾ എത്തിപ്പിടിക്കാൻ പറ്റുന്നതിനപ്പുറം എത്തിയിട്ട് അത് എന്ത് ചെയ്യുള്ളൂ? വളരെയുള്ളൂ. അതിനെ ആശ്രയിക്കാതെ, സ്തോത്രം, അതിൽ നിന്ന് കായ പറിക്കാൻ പറ്റത്തില്ല. പനയെ ആശ്രയിക്കാതെ കയറാൻ എല്ലാവരും പറ്റത്തില്ല. എന്നാൽ കാലി കയറും. കയറാൻ കഴിവുള്ളവന്, യോഗ്യതയുള്ളവനെ കൊണ്ട് പനയിൽ കയറാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. അപ്പൊ ഇതുപോലെ വ്യത്യസ്തരാണ് ദൈവമക്കൾ. നമ്മുടെ പുറത്തൊന്നും പെട്ടെന്ന് ഒന്നിനും വന്ന് കയറാൻ പറ്റരുത്. നമ്മുടെ മേലൊന്നും എല്ലാ ലോകപരമായിട്ടുള്ള വിഷയങ്ങളും വന്ന് ഭവിക്കാൻ അനുവദിക്കരുത്. നമ്മൾ വ്യത്യസ്തരാണ്. നമ്മൾ വ്യത്യസ്തരാണ്. നമ്മൾ സമൂഹത്തിൽ, പ്രാർത്ഥനയിൽ, ജീവിതത്തിൽ നമ്മൾ വ്യത്യസ്തത പുലർത്തുന്നവരായിരിക്കണം. പഴയ പാരമ്പര്യങ്ങളെ മുറിച്ചുകൊണ്ട് ഒരു പുതിയ ദൈവകൃപയ്ക്കായിട്ട് ഒരുക്കപ്പെടുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് വിഗ്രഹങ്ങളിൽ ദൈവമുണ്ട് എന്നതാണ് ലോക മനുഷ്യന്റെ ചിന്ത. വിഗ്രഹങ്ങളിൽ ആരില്ല? ദൈവമില്ല. സ്തോത്രം. നിങ്ങളുടെ അപ്പൻ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾ പോയി തട്ടി ഉണർത്തിയാൽ നിങ്ങളുടെ അപ്പൻ എങ്ങനെയായിരിക്കും? ഒന്ന് പറ. പെട്ടെന്ന് ദേഷ്യം വരും. പഴയ നിയമ പുസ്തകത്തിലൊക്കെ അപ്പന്മാർ ശപിച്ചു. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ വിഗ്രഹത്തിന്റെ മുകളിൽ കയറിയിരുന്ന് പെയിന്റ് അടിക്കുന്ന പെയിന്റർമാരെ ഈ വിഗ്രഹങ്ങൾ എത്രമാത്രം ശപിക്കണമായിരുന്നു. ഈ വിഗ്രഹങ്ങൾക്ക് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ അതിന് ലിപ്സ്റ്റിക്ക് വരച്ചു കൊടുക്കുന്ന ഈ പെയിന്റർമാരെടുത്ത് കണ്ണിലിട്ടൊരു കുത്തെങ്കിലും കൊടുക്കുമായിരുന്നു. ഈ വിഗ്രഹങ്ങൾക്ക് എന്തില്ല? ജീവനില്ല. ഈ വിഗ്രഹങ്ങൾക്കകത്ത് ആരില്ല? ദൈവമില്ല. ഹല്ലേലൂയ. നിങ്ങൾ അങ്ങോട്ട് തിരിച്ചു കിടത്തിയാൽ അങ്ങോട്ട് കിടക്കും, ഇങ്ങോട്ട് തിരിച്ചാൽ ഇങ്ങോട്ട് കിടക്കും, നൂത്തിരുത്തിയാൽ നൂത്തിരിക്കും. അതിനൊരു പരാതിയില്ല. കാരണം നിങ്ങൾ വിളക്ക് വച്ചാലും ഞാൻ കാണുന്നില്ല, വച്ചില്ലെങ്കിലും കാണുന്നില്ല. സ്തോത്രം. അപ്പൊ ജീവനില്ലാത്തതാണ് വിഗ്രഹം. അതിൽ ദൈവമുണ്ട് എന്ന് നിങ്ങൾ സങ്കല്പിക്കരുത്. ലോകത്തിന്റെ സങ്കല്പം അതിനകത്ത് എന്തിരിക്കുന്നെന്നാണ്? ദൈവം ഇരിക്കുന്നതാണ്. അതിനകത്ത് ദൈവം ഇല്ല, ഇല്ല, ഇല്ല. അത് ലോക മനുഷ്യന്റെ ചിന്ത. അടുത്തൊരു വിഷയം, അപ്പോസ്തല പ്രവൃത്തി 24:25 വരുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തി 24:25. എന്നാൽ അവൻ നീതി, ഇന്ദ്രിയജയം, വരുവാനുള്ള ന്യായവിധി എന്നിവയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഫേലിക്സ് പരവശനായി, തൽക്കാലം പോകാം, അവസരമുള്ളപ്പോൾ നിന്നെ വിളിപ്പിക്കാം എന്ന് പറഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. കുറെ നാൾ കഴിഞ്ഞിട്ട് ഫേലിക്സ് യഹൂദ സ്ത്രീയായ തൻ്റെ ഭാര്യ ദ്രുസില്ലയുമായി വന്ന് പൗലൂസിനെ വരുത്തി ക്രിസ്തു യേശുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച് അവൻ്റെ പ്രസംഗം കേട്ടു. എന്നാൽ അവൻ നീതി, ഇന്ദ്രിയജയം, വരുവാനുള്ള ന്യായവിധി എന്നിവയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഫേലിക്സ് ഭയപരവശനായി, തൽക്കാലം പോകാം, അവസരമുള്ളപ്പോൾ നിന്നെ വിളിക്കാം എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൗലൂസ് തനിക്ക് ദ്രവ്യം തരും എന്ന് ആശിച്ച് പലപ്പോഴും അവനെ വരുത്തി അവനോട് സംഭാഷിച്ചു പോന്നു. 2 ആണ്ട് കഴിഞ്ഞിട്ട് ഫേലിക്സിന് പിൻവാഴിയായി
പൊർക്കോസ്യ ഫെക്സ്തോസ് വന്നപ്പോൾ ഫേലിക്സ് യഹൂദന്മാരുടെ പ്രീതി സമ്പാദിക്കണം എന്ന് വെച്ച് പൗലൂസിനെ തടവുകാരനായി വിട്ടേച്ച് പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനകത്തൊരു ചിന്ത, ഇന്ന് തിരുവചനം കേട്ടു. തിരുവചനം കേട്ടിട്ട് ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലായി. പൗലൂസിനെ വരുത്തി തിരുവചനം കേട്ടു. തിരുവചനം കേട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് വീണ്ടും വരുത്തി തിരുവചനം കേട്ടു. എന്നിട്ട് ഇവരെന്ത് ചെയ്തില്ല? മാനസാന്തരപ്പെട്ടില്ല. ഇവര് പറയുന്നു ഇവരെങ്ങനെ 2 വർഷം തുടർന്നെന്നാ. പലപ്പോഴും തിരുവചനം കേൾക്കുമ്പോൾ സ്നാനപ്പെടണം, മുഴുവൻ സ്നാനം സ്വീകരിക്കണം, രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, മാനസാന്തരപ്പെടണം, ദൈവരാജ്യത്തിന് അവകാശിയായി തീരണം എന്ന് പറയുമ്പോൾ ഇനിയും സമയമുണ്ടല്ലോ, ഇനിയും സമയമുണ്ടല്ലോ, പിന്നെ കേൾക്കാം, പിന്നെ അനുസരിക്കാം എന്ന് പലരും ചിന്തിച്ചിട്ട് ദൈവത്തിൽ നിന്ന് അകന്നകന്നു പോകുന്ന അനുഭവം ഉണ്ട്. എന്നാൽ ദൈവാത്മാവ് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അത് ഏറ്റെടുക്കുന്നവനാണ് ദൈവ പൈതൽ. എന്നാൽ ലോകജാതി എന്ന് പറയും. ഇന്ന് സ്നാനപ്പെടാൻ പറയുമ്പോൾ പറയും ഞാൻ ഒരിക്കൽ സ്നാനപ്പെട്ടിട്ടുണ്ട്. എടാ, സ്നാനത്തിന്റെ അർത്ഥം കുളിയാണ്. നീ കുളിച്ചിട്ടുണ്ടോ? ഇല്ല, തളിച്ചിട്ടേ ഉള്ളൂ. പിന്നെങ്ങനാ നീ സ്നാനപ്പെട്ടെ? അത് ഞങ്ങളുടെ ആചാരം. എടാ, നിന്റെ ആചാരം പോട്ട്. നീ ബൈബിൾ വിശ്വസിക്കുന്നുവോ? ബൈബിളിനെ അംഗീകരിക്കുന്നുവോ? യേശു നിന്നെക്കാൾ എത്രയോ ഉന്നതൻ. 60 മൈലുകൾ നടന്നു വന്ന് യേശു മുഴുവൻ സ്നാനം സ്വീകരിച്ചു. നീ അത് സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ നീ ഒളിച്ചു നടന്നാൽ നീ ദൈവത്തെ പറ്റിക്കുന്നവനല്ലയോ? നീ രക്ഷപ്രാപിപ്പാൻ പൗലൂസിനെ വരുത്തി സുവിശേഷം കേട്ടിട്ടും പൗലൂസിനെ ചിലരുടെ പരിപാടി ഇതാ. വലിയ ഉന്നതന്മാരുടെ പരിപാടി എന്നാന്നറിയാമോ? നല്ല ദൈവദാസന്മാരെയൊക്കെ വിളിച്ച് സുവിശേഷമൊക്കെ കേൾക്കും, മാനസാന്തരപ്പെടത്തില്ല. സ്തോത്രം. 2 വർഷം കഴിഞ്ഞപ്പോ പൗലൂസ് കൈവിട്ടു. 2 വർഷം വരെ നോക്കി. ഇവർ മാനസാന്തരപ്പെടുമെന്ന് ചിന്തിച്ച്, ഇവർ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുമെന്ന് ചിന്തിച്ച് ഇവരുടെ പിന്നാലെ നടന്നു, ധാരാളം സുവിശേഷം പറഞ്ഞു. പക്ഷെ അവർ മാനസാന്തരപ്പെട്ടില്ല. 2 വർഷം കഴിഞ്ഞ് പൗലൂസ് അവരെ കൈവിട്ടു. ഹല്ലേലൂയ. അതുകൊണ്ട് ലോകത്തിന്റെ ചിന്ത ഇനിയും സമയം കിട്ടുമല്ലോ, ഇനിയും സമയം കിട്ടുമല്ലോ എന്ന്. ഹല്ലേലൂയ. നടന്നൊരു സംഭവം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുക ഇതിനോടുള്ള വിഷയത്തിൽ. ഒരു ഭാര്യ തൻ്റെ ഭർത്താവിനോട് എല്ലാ ദിവസവും പറയും, ചേട്ടാ പള്ളിയിൽ വരണം, സ്നാനപ്പെടണം, ചേട്ടാ പള്ളിയിൽ വരണം, സ്നാനപ്പെടണം, ദൈവത്തെ അറിയണം. അപ്പോൾ പുള്ളിക്കാരൻ എല്ലാ ദിവസവും പറയും അടുത്ത ആഴ്ച വരാം, അടുത്ത ആഴ്ച വരാം, അടുത്ത ആഴ്ച വരാം. എല്ലാ ദിവസവും ഇത് പറയും. അങ്ങനെ ഒരു ദിവസം ഇവര് ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് പോകുന്ന ട്രെയിനിൽ യാത്ര പോയി. യാത്രക്കിടയിൽ വെച്ചൊരു അപകടത്തിൽ ട്രെയിൻ മറിഞ്ഞു. ആൾക്കാരെല്ലാം ഇങ്ങനെ ക്രെയിനൊക്കെ വന്ന് എടുത്തുകൊണ്ടിരിക്കുക. ഓരോരുത്തരടുത്തും ചോദിക്കുക നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹം എന്താണ്? അപ്പൊ കുട്ടികൾ പറഞ്ഞു എനിക്കൊരു ഫ്രൂട്ടി വേണം. കുട്ടികൾക്ക് ഫ്രൂട്ടി മേടിച്ചു കൊടുത്തു. പല ആൾക്കാരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു. അവർക്ക് അതൊക്കെ മേടിച്ചു കൊടുത്തു. ഒരാൾ കിടന്ന് ഇങ്ങനെ വിളിക്കുക, ഞാൻ എൻ്റെ ഭാര്യയുടെ കൂടെ പള്ളിയിൽ പോകാമെന്ന് പറഞ്ഞു, എനിക്ക് പോകാൻ പറ്റില്ലല്ലോ. ഈ ബോഗി എടുക്കാൻ പറ്റുന്നില്ല. ഈ ബോഗിക്കകത്ത് ഇദ്ദേഹത്തിന്റെ കഴുത്തിന് ഇപ്പുറം മാത്രമേ കാണാവൂ. ഇദ്ദേഹത്തെ വലിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഇദ്ദേഹം നിലവിളിക്കുകയാണ്, ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് വാക്ക് കൊടുത്തു, ഈ വരുന്ന ആഴ്ചയിൽ ഞാൻ പള്ളിയിൽ പോകാമെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞ് എല്ലാവരും ശ്രമിക്കുന്നുണ്ട് അദ്ദേഹത്തെ എടുക്കാൻ. പക്ഷെ ഈ ബോഗി പൊക്കാൻ കഴിയാത്തത് കൊണ്ട് അവർക്ക് എടുക്കാൻ കഴിയില്ല. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ ജീവൻ മരണപ്പെട്ടു. ഹല്ലേലൂയ. ഇങ്ങനെ പലരും ചിന്തിച്ചുകൊണ്ട് യാത്ര ചെയ്യുകയാ. നിനക്കെതിരെ വരുന്ന വാഹനം നിന്റെ ജീവിതത്തെ അപഹരിക്കുമോ? നിന്റെ യാത്ര അടുത്ത മടങ്ങിവരവ് കഴിയുമോ ഇല്ലയോ എന്ന് നിനക്ക് അറിയത്തില്ല. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ആലോചന പറയുകയാ. മാനസാന്തരപ്പെടുവാൻ, സ്നാനപ്പെടുവാൻ, കർത്താവിന്റെ കൽപ്പനകളെ അനുസരിപ്പാൻ ആലോചന പറയുമ്പോൾ സമയമുണ്ട്. പിന്നെ ആകട്ടെ എന്ന് മാറ്റിവെച്ചാൽ ഒടുവിൽ മരണശേഷം പിശാചിന്റെ താവളമായ പാതാളത്തിലേക്ക് യാത്ര ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ലോകത്തിന്റെ ചിന്ത നാളെയാകട്ടെ എന്നെങ്കിൽ ദൈവമക്കളെ, നിങ്ങളോട് ഞാൻ ആലോചന പറയുക, നിങ്ങൾ ദൈവത്തിങ്കലേക്ക് മടങ്ങി വരിക. നിങ്ങൾ ദൈവത്തിന്റെ ആലോചനകളെ കേൾക്കുക, ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശ്രദ്ധ കൊടുക്കുക. അത് നിങ്ങളുടെ ജീവിതങ്ങൾക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരും. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യം കൂടി, യാക്കോബ് 4:13-14. യാക്കോബ് 4:13-14. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ 2 ആണ്ട്
കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പറയുന്നവരെ കേൾപ്പിൻ. നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത്? അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. നോക്കൂ, ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി അവിടെ ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കും എന്ന് പറയുന്നവരെ ഇവിടെ നിന്ന് പറയാ, ഞാൻ ഗൾഫിലേക്ക് പോകും, അവിടെ പോയി കുറെ സമ്പത്തൊക്കെ ഉണ്ടാക്കി വന്ന് ഇവിടത്തെ 25 സെന്റ് വസ്തു വാങ്ങി ഇവിടെ ഒരു വലിയ വീടൊക്കെ വെച്ച് ഇവിടെ വലിയൊരു കൊട്ടാരമൊക്കെ പണിത് ജീവിക്കാമെന്ന് ആഗ്രഹിച്ച് കൊതിക്കുന്നവരെ കേൾപ്പീൻ. നാളേത്തത് നിങ്ങൾ അറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവിതം എങ്ങനെയുള്ളത്? അല്പനേരത്തേക്കോ കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതം എങ്ങനെയാണ്? നാളെ മാഞ്ഞു പോകുന്നതും പിന്നെ അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മാഞ്ഞു പോകുന്നതുമായ ആവിയല്ലയോ. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരുപാട് സമ്പാദിക്കാം, ഒരുപാട് നേടാം, ഒരുപാട് ദൈവത്തിന് വേണ്ടി കരുതാം. അങ്ങനെ ഇതൊക്കെ ആരുടെ ചിന്തയാണ്? ലോകത്തിന്റെ ചിന്തയാണ്. ഹല്ലേലൂയ. അനേകര് കേരളം ശരിയല്ലെന്ന് പറഞ്ഞിട്ട് അനേക രാജ്യങ്ങളിലേക്ക് പോയി. ഇപ്പൊ അവർക്ക് സ്വന്തം രാജ്യത്തിലേക്ക് വരാൻ പറ്റാതെയായി. പലരും അനേക രാജ്യങ്ങൾ, ഈ കേരളം ശരിയല്ല, മറ്റു രാജ്യങ്ങൾ കൊള്ളാന്ന് പറഞ്ഞ് അവിടെ പോയി വീടൊക്കെ വെച്ചു. അവിടെ ഉള്ള ബോഡികൾ പോലും ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല. അതുകൊണ്ട് ദൈവം തന്ന ദേശത്ത് സന്തോഷത്തോടെ ഉള്ളത് തിന്നും കുടിച്ചും കുടുംബമായിട്ട് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഹല്ലേലൂയ. അതുകൊണ്ട് നശ്വരമായ കാര്യങ്ങളിൽ ആശ്രയിക്കുന്നതാണ് മനുഷ്യൻ, ഈ ലോക മനുഷ്യന്റെ ചിന്ത. എന്നാൽ അതിൽ നിന്ന് വേറിട്ട ഒരു നല്ല ചിന്തയ്ക്കായി പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ, ശക്തീകരിക്കട്ടെ. ലോക മനുഷ്യന്റെ ചിന്തകൾ വിട്ട് ദൈവത്തിന്റെ മക്കളായി, ദൈവ മനുഷ്യരായി മാറ്റപ്പെടുവാൻ സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, കർത്താവേ, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ നല്ല പിതാവേ, ഈ വാഗ്ദത്ത മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൂരത്തും ചാരത്തു നിന്നും കടന്നു വന്ന എല്ലാവരെയും അടിയൻ അനുഗ്രഹിക്കുന്നു. ഇവരുടെ ബലഹീനതകളിൽ അങ്ങ് നക്ക തുണയായി കൂടെ ഇരിക്കണമേ. ഇവരുടെ മടക്കയാത്രയിൽ കൂടെ ഇരിക്കണമേ. ഇവരുടെ ആവശ്യഭാരങ്ങളിൽ കൂടെ ഇരിക്കണമേ. ലോക മനുഷ്യന്റെ ചിന്ത ലോകത്തിലുള്ളതുപോലെ ആയിരിക്കാൻ ജൽപ്പനം ചെയ്ത് പ്രാർത്ഥിച്ചാൽ ദൈവം പ്രസാദിക്കുമെന്ന്, വിഗ്രഹം ദൈവത്തെ പോലെ ഉണ്ടാക്കുന്ന വിഗ്രഹത്തിനകത്ത് ദൈവമുണ്ട് എന്ന ചിന്ത, പലവിധമായ തെറ്റിദ്ധാരണകള്, സമ്പത്തുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ എന്നും വാഴാമെന്ന ചിന്ത, ചില പദവികളും സ്ഥാനമാനങ്ങളും ഉണ്ടെങ്കിൽ കുറെ ആൾക്കാരെ കൂട്ടുപിടിച്ചാല് എല്ലാം ആകുമെന്ന ചിന്ത ഒന്നുമില്ല. ഈ സർവശക്തനായ ദൈവത്തിങ്കലേക്ക് മനം തിരിയുവാൻ, ആ ദൈവരാജ്യത്തിന് അവകാശിയായി തീരുവാൻ സർവശക്തനായ ദൈവം തന്റെ മക്കളെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയുടെ മറവിൽ ഈ മക്കളെ പൊതിഞ്ഞ് കാക്കുമാറാകണം. സർവശക്തനായവന്റെ കരം തന്റെ മക്കളോട് കൂടെ ഇരിക്കണം. സ്നാനപ്പെടേണ്ടവർ സ്നാനപ്പെടട്ടെ, രക്ഷിക്കപ്പെടേണ്ടവർ രക്ഷിക്കപ്പെടട്ടെ, മാനസാന്തരപ്പെടേണ്ടവർ മാനസാന്തരപ്പെടട്ടെ. ലോക മനുഷ്യന്റെ ചിന്തകൾ വിട്ടിട്ട് ദൈവ മനുഷ്യനാദായമുള്ളവരായി തീരുവാൻ തന്റെ മക്കളെ സഹായിക്കും, അനുഗ്രഹിക്കും. കടന്നു വന്ന മക്കൾ, അവരുടെ ഭാര്യ, ഭർത്താവ്, കുഞ്ഞുങ്ങൾ, ആടുമാടുകൾ, പക്ഷിപർവ്വജാതികൾ, വൃക്ഷലതാദികൾ, വാഹനങ്ങൾ, ഇവരുടെ ഭവനം, ഇവരുടെ കർത്താവ്, ഇവരുടെ ഉപജീവന വഴികൾ സകലത്തെയും ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മടക്കയാത്രയിൽ കൂടെ ഇരിക്കണം, ദൈവവുമായിട്ടുള്ള ബന്ധം വർദ്ധിപ്പിക്കണം. ഞാൻ എന്ന ഭാവങ്ങൾ പൊട്ടിപ്പൊളിയിട്ട് കർത്താവെ ദൈവത്തോട് പറ്റിയിരിപ്പാൻ സഹായിക്കും, കൃപയുടെ മറവിൽ സൂക്ഷിക്കും. വീണ്ടും കാണുവോളം യേശു കർത്താവിന്റെ രക്തവളവിൽപ്പിൽ ഈ മക്കളെ പൊതിഞ്ഞുകൊള്ളും. യേശുവിൻ നാമത്തിൽ തന്നെ ആശീർവാദം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മ സാന്നിധ്യവും ഇപ്പോഴെപ്പോഴും കാലാവസാനത്തോളം നാം ഏവരോടും ഭൂമിയിലെ സകല വിശുദ്ധന്മാരോടും സഹവിശ്വാസികളോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ജനന കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ.